വലിയൊരു സമ്പത്താണ് അറിവ്. കേട്ടോ, ചെറിയൊരു ക്വസ്റ്റ്യൻ, അതിന് ആൻസർ പറഞ്ഞാൽ ഡയമണ്ടാണ് കേട്ടോ, ഡയമണ്ട. ന ചോരഹാര്യം ന ജരാജഹാര്യം ന ഭ്രാതുഭാജ്യം ന ജഭാരഹാരി വ്യയേ കൃതേ വർദ്ധത ഏകനിത്യം ആഹാഹാ ആഹാഹാ ആഹാഹാ. ഇതാണ് പൂരിപ്പിക്കേണ്ടത്. സമസ്യാപൂരണം. ന ചോരഹാര്യം ന ജരാജഹാര്യം ന ഭ്രാതുഭാജ്യം ന ജഭാരഹാരി വ്യയേ കൃതേ വർദ്ധത ഏകനിത്യം ആഹാഹാ ആഹാഹാ ആഹാഹാ. അർത്ഥം പറയാം. ന ചോരഹാര്യം നജ രാജഹാര്യം. കള്ളന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, രാജാവിന് പിടിച്ചെടുക്കാനും പറ്റില്ല. ന ഭ്രാതുഭാജ്യം നജ ഭാരഹാരി. സഹോദരന്മാർക്ക് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുക വേണ്ട, വലിയ കനോട്ടില്ലേനും. വ്യയേകൃതേ വർദ്ധത ഏക നിത്യം. ചിലവാക്കും തോറും വളർന്നുകൊണ്ടിരിക്കും. ആഹാ പിടികിട്ടിയോ? പറയൂ നോക്കട്ടെ. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാധനം സർവധനാൽ പ്രധാനം. അതിൻ്റെ കാരണം എന്താ അറിയോ? സ്വരാജ്യേ പൂജിതേ രാജാഹ വിദ്വാൻ സർവത്ര പൂജ്യതേ തസ്മാൽ വിദ്യാധനസേവ്യ ശ്രേഷ്ഠത്വം നശ്വരം ധനാത്. സ്വരാജ്യേ പൂജ്യതേ രാജാഹ. അധികാരിവർഗങ്ങൾ സ്വന്തം നാട്ടിലെ അധികാരപ്രഭവമായിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് മാനിക്കപ്പെടും. ഇപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ DYSP എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരിധി ഉണ്ടാവും. പരിധിക്ക് അപ്പുറം പോയിട്ട് എന്താ മിണ്ടാണ്ടിരിക്കണ അവിടെ വില വയ്ക്കില്ല. ബോർഡർ കഴിഞ്ഞാൽ കേരള പോലീസിന് വിലയില്ല. അതേമാതിരി ഇങ്ങോട്ടുള്ള കഴിഞ്ഞാൽ അവർക്കും അതത് മേഖലകളിൽ മാത്രമേ അവർ മാനിക്കപ്പെടുന്നുള്ളൂ. പക്ഷേ വിദ്വാൻ സർവത്ര പൂജ്യതേ. ഒരു വിദ്വത്വം ഉള്ള ഒരു കല ഉള്ളൊരു വ്യക്തിയാണെങ്കിലോ ലോകത്തിൻ്റെ ഏത് കോണ് പോയാലും അവർക്ക് മാന്യതയുണ്ടാവും, ആദരവുണ്ടാവും. അതുകൊണ്ട് തസ്മാത് വിദ്യാധനസേവ ശ്രേഷ്ഠത്വം നശ്വരം ധനാത്. വിദ്യാധനം എന്ന ധനം നേടിക്കഴിഞ്ഞാൽ മറ്റെല്ലാ ധനവും വന്നു ചേരും. ന ദേവായഷ്ഠ്യമാതായ രക്ഷന്തി പശുപാലവത് എന്തു രക്ഷിതും ഇച്ഛന്തി ബുദ്ധ്യാ സംയോജയന്തിതം. ഭഗവാൻ ആരെങ്കിലും രക്ഷിക്കാൻ തീരുമാനിച്ചാൽ എന്താ ചെയ്യറിയോ? യഷ്ടി വടി, രക്ഷന്തി പശുപാലവത്. പശുപാലകൻ പശുവിനെ ആട്ടിത്തെളിച്ച് പോകുന്നത് പോലെ ഭഗവാൻ ഓരോരുത്തരെയും പുറകെ നടന്ന് നയിക്കുകയില്ല. എന്തു രക്ഷിതുമിച്ചന്തി, ആരെങ്കിലും രക്ഷിക്കാൻ തീരുമാനിച്ചാൽ ബുദ്ധ്യാസം യോജയന്തിതം, ബുദ്ധിയിൽ തെളിച്ചം കൊടുക്കും ആണ്. അപ്പോൾ തെളിച്ചുള്ള ബുദ്ധിയിൽ എന്താ ഉണ്ടാവുക? നല്ല കാര്യങ്ങളല്ലേ ചിന്തിക്കുക. നല്ല ചിന്തയുള്ള ആൾ നല്ല പണിയല്ലേ ചെയ്യുക. നല്ല പണി ചെയ്യുന്ന ആൾക്ക് നല്ലോണം ആദരവുണ്ടാവില്ലേ? ആദരവിൻ്റെ ഒപ്പം അംഗീകാരം വരില്ലേ? അവൻ പറയണതൊക്കെ കാര്യമാട്ടോ, അതാണ് അംഗീകാരം അല്ലേ? അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് ഇന്ന ആളിനെ വിളിക്കുക. ഒരു പണിക്കായിക്കോട്ടെ, ആ പണിയെ സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് ഓഫർ കൂടുതലുണ്ടാവും അല്ലേ? അപ്പോൾ അവസരങ്ങൾ വർദ്ധിക്കും. അവസരങ്ങൾ വർദ്ധിക്കുമ്പോഴോ സമ്പാദ്യം കൂടും. സമ്പാദ്യം കൂടുമ്പോൾ ഒരു ധൈര്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഡിപ്പോസിറ്റ് വേണ്ടത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാക്കിയില്ലെങ്കിലും വേണ്ട ഒരു ധൈര്യമാണല്ലോ. അതേസമയം ബാലൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേജാറാ അല്ലേ? അതെ. അപ്പോൾ ഒരു ധൈര്യം വരും. ധൈര്യത്തിൽ നിന്ന് സുഖമുണ്ടാവും, സുഖത്തിൽ നിന്ന് ശാന്തി ഉണ്ടാവും, ശാന്തിയിൽ നിന്നോ ആനന്ദം ഉണ്ടാവും. അല്ലാതെ ശാന്തി നിവാസം പേര് വെച്ചിട്ടോ സദാനന്ദെന്ന് പേര് വെച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ എവിടെ നന്നാവണം എന്നാണ് പറഞ്ഞത്? എവിടെ നിന്നാണ് തുടങ്ങിയത്? ബുദ്ധിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ബുദ്ധി നന്നാവാൻ അനുഗ്രഹിക്കണം. അതുകൊണ്ട് പൃഥ്വി ചക്രവർത്തി പറഞ്ഞു, പ്രഭോ എനിക്ക് അങ്ങ് തരുന്ന വിശിഷ്ടമായിട്ടുള്ള വിഭൂതികളൊന്നും കൂലിയൊന്നുമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അങ്ങേ വേണമെന്ന് പറഞ്ഞു.
ഏതായാലും അദ്ദേഹത്തിൻ്റെ മകൻ വിജിതാശൻ അതിഗംഭീരനാണ്, ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ ചെയ്തു. അദ്ദേഹം IPS IAS IRS എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയുള്ള രീതിയിലുള്ള ഒരുപാട് വിഭാഗങ്ങളെ ഉണ്ടാക്കി ഭരണം ഗംഭീരമായിട്ട് കൊണ്ടു നടന്നു. ഇന്ദ്രൻ അദ്ദേഹത്തിനോട് താല്പര്യം തോന്നിയിട്ട് അന്തർദഹന വിദ്യ കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് മക്കളായിക്കൊണ്ട് പിന്നെ പവനൻ, പവമാനൻ, ശുചി മുതലായിട്ടുള്ള അഗ്നിയും പിന്നെ 45 പേര് വേറെ ഉണ്ടായി. അങ്ങനെ അഗ്നികൾ ശാപം കിട്ടിയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിലൂടെ അത് പുനർജനിച്ചു എന്ന് പറയുകയാണ്. അതിനുശേഷം പിന്നീട് ആ വംശപരമ്പരയിൽ ബർഹിഷത്ത് എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ബർഹിഷത്ത് മഹാരാജാവ്, അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന് നിക്നെയിം വന്നു. അപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുക, ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ ശൈലി ചേർത്തിയിട്ട് പേര് വരും അല്ലേ, ശരിയല്ലേ? എപ്പോഴും ഇങ്ങനെ മോണ്ടുകൊണ്ട് നടക്കുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമുട്ടിയെ കണ്ടോ? ഏത് രാമുട്ടി? നമ്മുടെ ഭാഗവത രാമുട്ടി, അങ്ങനെ പറയാം. അങ്ങനെ ഒരു പേര് വന്നു ചേരുന്ന, അങ്ങനെ ഇദ്ദേഹത്തിന് ബർഹിസ് എന്ന് പറഞ്ഞാൽ എന്തറിയോ? ദർഭയാണ്, ദർഭ. പ്രാച്യദിശ എന്ന് പറഞ്ഞാൽ കിഴക്കേ ദിശയാണ്, ദക്ഷിണ എന്ന് പറഞ്ഞാൽ തെക്ക്, പ്രതീച്യം പടിഞ്ഞാറ്, ഉദീച്യ വടക്ക്, അങ്ങനെ 4 പ്രധാന ദിശകൾ. അപ്പോൾ ഈ പ്രാച്യദിശയിലേക്ക് അഗ്രഭാഗമാക്കിക്കൊണ്ട് ദർഭ വെച്ച് കർമ്മം ചെയ്യുന്ന ആൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് എന്ന് പേര് വന്നത്. ആ കർമ്മ എന്ന് വെച്ചാൽ നല്ല കർമ്മഠനാണ് എന്നർത്ഥം. നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളൊരു പാഠമാണ് ഈ കഥയിലൂടെ കേട്ടോ. കർമ്മം വേണം, പക്ഷേ കർമ്മമാണ് മുഖ്യം എന്ന് ധരിക്കരുത്. ഈ കർമ്മമൊക്കെ എന്തിനുള്ളതാണ്? മനസ്സ് ശുദ്ധീകരിച്ചിട്ട് ഭഗവാനിലേക്ക് വിലയിക്കാനാണ്. അതിന് മാത്രമുള്ളതാണ് കർമ്മം എന്ന് പറയുകയാണ്. പക്ഷേ കർമ്മം മുഖ്യമായിട്ട് കാണാൻ പാടില്ല. ഈ ഒരു സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് പ്രാചീന ബർഹിസ് നിക്നെയിം വന്നു. നല്ല കഥാപാത്രമാണ്, നല്ല ലക്ഷണമാണ്, അജാനബാഹുവാണ്, ഇങ്ങനെയൊക്കെ പറയും. നമ്മളെപ്പോഴും എല്ലാ സത്സംഗത്തിൽ പറയാറുണ്ട്, കഴിഞ്ഞ തവണ വന്നപ്പോഴും പറഞ്ഞു, അജാനബാഹു എന്ന് പറഞ്ഞാൽ ശുഭലക്ഷണങ്ങളുള്ള ആളുകളാണ്. അതിൽ ബാഹു എന്ന് പറഞ്ഞാൽ കൈകൾ, മനസ്സിലായില്ലേ? ഉത്തമ പുരുഷന്മാർക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിലത്ത് മുട്ടും. ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച അളവെടുത്തിട്ട് ലംബമായി വെച്ച് കഴിഞ്ഞാൽ ഈ കൈ മാറ് മുതൽക്കുള്ള ഇതിൻ്റെ ആ അളവും ഒരു വ്യക്തിയുടെ ഉയരവും തുല്യമായിരിക്കും. ഉത്തമ പുരുഷന്മാരാണെങ്കിൽ ശരീരത്തെ അപേക്ഷിച്ച് ഈ കൈമാറിൻ്റെ അളവ് കൂടുതലുണ്ടാവും. അധമ പുരുഷന്മാരാണെങ്കിലോ ഇത് കുറവായിരിക്കും, അവൻ വഞ്ചകനായിരിക്കും. രഹസ്യമായിട്ട് അളന്നാൽ മതി, മിണ്ടണ്ട. അപ്പോൾ ഏതായാലും ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള ശ്രേഷ്ഠത്വവും ലക്ഷണവും തികഞ്ഞ ആളാണ്. കഴുത്തിന് അടയാളമുണ്ട്, പുരികങ്ങൾക്ക് അടയാളമുണ്ട്, കാലുകൾ വയ്ക്കുമ്പോൾ അവൻ്റെ പതിഞ്ഞ ഭാഗം ഏത് ഭാഗത്തിരിക്കണമെന്ന് നോക്കും, വിരലുകൾക്ക് അടയാളമുണ്ട്. കലാകാരന്മാർ അതിൽ ഓരോ മണ്ഡലങ്ങൾ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കും, നെറ്റി, മൂക്ക്, കണ്ണ്, ശിരസ് ഒക്കെ സാമുദ്രിക ലക്ഷണം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം തികഞ്ഞൊരു വിദ്വാനാണ് പ്രാചീന ബർഹിസ് എന്ന ബർഹിഷത്ത് മഹാരാജാവ്. അപ്പോൾ ഇവനെ ഇങ്ങനെ ആയുസ് പാഴാക്കി കളയാൻ ഇടവയ്ക്കാൻ പാടില്ലല്ലോ എന്നുള്ളൊരു കാരുണ്യം നാരദമുനിക്ക് തോന്നി. നാരദമുനി ഇങ്ങനെ കാണുമ്പോൾ പറയേ, എന്താ മിടുക്ക, ആശ്രമത്തിലേക്കൊന്നും കാണാനില്ല, അപ്പോൾ കണ്ടിട്ട് കുറേ കാലമായി. സ്വാമി, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽപ്പടേ ഞാൻ തപ്പം അങ്ങോട്ട് സ്വാമിയെ പറ്റി വിചാരിച്ചേ ഉള്ളൂ. അങ്ങനെയുണ്ടല്ലോ അല്ലേ? അതെ, ഞാൻ വരണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച അമാവാസി പൂജയുണ്ടെന്ന് എനിക്കറിയാം, ചെറിയ എന്തോ ഒരു പ്രശ്നത്തിൽപ്പെട്ട് ഞാൻ പോയല്ലോ. ഇങ്ങനെ ഒഴിവുകൾ പറഞ്ഞിട്ട് എസ്കേപ്പ് ആവും. അപ്പോൾ സ്വാമി പറഞ്ഞു, അടുത്ത പൗർണമി വരുന്നുണ്ട്, വിശേഷ ഗുരുപൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, എന്താണെങ്കിലും തലേദിവസം വരണം കേട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പറ്റൂ, വീട്ടിലൊക്കെ പറഞ്ഞു വെച്ചോളൂ, ഞാൻ പറയാവാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ എന്നൊക്കെ പറഞ്ഞു. പിന്നെയും കാണാനില്ല. അതിൻ്റെ പിറ്റേ ദിവസം സ്വാമി വന്നു രാജധാനിലേക്ക്. സ്വാമിയെ കണ്ട ഉടനെ എന്ത് ചെയ്തറിയോ, ഇദ്ദേഹം വേഗം പുറത്തിറങ്ങി ചെരുപ്പൊക്കെ ഇട്ടിട്ട്, സ്വാമിജി വന്നല്ലോ, സ്വാമിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്യണേ, ആ മുറി ഒരുക്കി കൂട്ടണം. സ്വാമി, ഞാൻ ചെറിയൊരു യാത്ര, ഒരു തിരക്കിലാണ്, എന്നാൽ കാണാട്ടോ. അങ്ങനെയാണ്, എസ്കേപ്പ് ആവല. ഇങ്ങനെ സ്വാമി ഒന്നും പെട്ടിയില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ വിദ്വാന് കുറച്ച് മക്കളുണ്ടായി, 10 പേര് മക്കൾ. അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് പ്രാചീന ബർഹിസുക്കൾ എന്നല്ല, പ്രചേതസ്സുക്കൾ എന്നാണ്. പ്രാചീന ബർഹിസിലുണ്ടായിട്ടുള്ള മക്കൾക്ക് പ്രചേതസ്സുക്കൾ എന്ന് 10 പേർക്കും കൂടി പേര് വിളിച്ചു. ഇവരെല്ലാവരും കൂടിയിട്ട് ജലത്തിലിരുന്നിട്ട് ഭഗവാനെ ഉപാസിക്കാനായിട്ട് തപസ് ആരംഭിച്ചതായിട്ടുള്ള വിഷയം അറിഞ്ഞു ആര്? നാരദമുനി. നാരദമുനിക്ക് അത്ഭുതമായി.
എന്തെങ്കിലും കർമ്മങ്ങളിലോ ബിസിനസ്സിലോ ഒക്കെ ആളുകളെ ലോക്ക് ചെയ്യുക മക്കളെ എന്നല്ലാതെ കണ്ട് ഏതൊരാളും അനുവാദത്തോടു കൂടിയിട്ട് ഭക്തി മാർഗത്തിലേക്ക് മക്കളെയോ വേറെ കുട്ടികളെ അയക്കില്ല. അതിന് മനസ്സ് വരില്ല. ചെറുപ്പം കുട്ടികൾ അമ്പലത്തിലേക്ക് കൂടുതൽ പോയാൽ തന്നെ അച്ഛനമ്മമാർ തന്നെ പറയും, എവിടേക്കാ കുട്ടിയെ? അമ്പലത്തിലേക്ക്. അപ്പം ഇന്നലെ പോയില്ലേ? പോയി. ഭക്തിയൊക്കെ പാകത്തിന് മതി എന്നാണ് പറയുക. അങ്ങനെ ഭക്തി എന്നത് ഒരു വേണ്ടാത്ത അപകടമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കണമെന്നാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ മക്കളെ തപസ്സിന് വിട്ടു എന്നത് വലിയ അത്ഭുതമാണല്ലോ. അദ്ദേഹത്തിന് വലിയ കൗതുകമായി. എന്നാൽ ഇദ്ദേഹത്തിനെ ഒന്ന് കണ്ടിട്ട് തന്നെ എന്ന നിലയിൽ അദ്ദേഹം നേരെ ചെന്നു. ഇക്കുറി ഇദ്ദേഹത്തിൻ്റെ രാജധാനിയിലേക്ക് തന്നപ്പോൾ സാധാരണ ചെല്ലുന്ന പോലെയല്ല, അങ്ങോട്ട് ഇരിക്കായിരുന്നു കേട്ടോ. ഒരു ഭാഗത്തെ സ്ഥലമായിരുന്നുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രഭാഷണം ചെയ്യുമ്പോഴേ സൈഡിലങ്ങനെ നിൽക്കണം. അങ്ങനെ സ്വാമിയെ വളരെ ആദരവോടു കൂടിയിട്ട് ആണ് സ്വീകരിച്ചതും സൽക്കരിച്ചതും. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, അത്ഭുതമായി എന്ന് പറയുന്നത്. സാധാരണ തന്നെ കണ്ടാൽ രക്ഷാമാർഗം ആലോചിച്ചിട്ട് ഓടി ഒളിക്കുന്ന മഹാരാജാവ് ആദരപൂർവ്വം പാദശുശ്രൂഷ ചെയ്തിട്ട് വിളിച്ചാദരിക്കണമെന്ന് കണ്ടപ്പോൾ വലിയൊരു മാറ്റം ഇദ്ദേഹത്തിൽ വന്നിട്ടുണ്ട് എന്നാണ്. അതെന്താണ് എന്ന് കൗതുകമായി. സ്വാമി നൈസിലൊരു ചോദ്യം ഒന്ന് ഇട്ടുകൊടുത്തു, ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ മഹാരാജാവേ വിശേഷങ്ങൾ? അങ്ങനെ പോണൂല്ലേ? പിന്നെ അങ്ങയുടെ മനസ്സിനും ശരീരത്തിനൊക്കെ സുഖം തന്നെയല്ലേ? ഈ ചോദ്യം അദ്ദേഹത്തിനെ ഒന്ന് ഇരുത്തി അദ്ദേഹം പറഞ്ഞു, സ്വാമിജി എന്ത് സുഖം, അങ്ങനെയൊക്കെ പോണു. ഒരു 10 പലരും പറയുന്നൊരു വാക്കാണ് കേട്ടോ ഈ 10. അപ്പോൾ ഈ ടൈം പീസും ക്ലോക്കും വിൽക്കാൻ വയ്ക്കുന്ന കടകളിലൊക്കെ ഈ വാച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടൊക്കെ 10 വയ്ക്കുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ച സമയമാണത്ര ഈ 10. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ താല്പര്യം? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന നിലയിൽ കഴിഞ്ഞുകൂടണു എന്നല്ലാതെ സുഖമായിരിക്കണമെന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, എനിക്കറിയണൊരു കഥ ഞാൻ പറയാം. പണ്ട് പുരഞ്ജനൻ എന്ന പേരായിട്ടുള്ള ഒരു വിദ്വാൻ തനിക്ക് പറ്റിയിട്ടുള്ള നല്ല സൗകര്യങ്ങളുള്ളൊരു വീട് വാങ്ങണം. പണിയിപ്പിക്കാനൊന്നും സാധിക്കില്ല, കയ്യിൽ കാശുണ്ട്, വില കൊടുത്ത് വാങ്ങാമെന്നുള്ള ഒരു വീട് വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം കറങ്ങി നടന്നു പല ഭാഗങ്ങളും. പോയ കൂട്ടത്തിൽ ഹിമാലയത്തിൻ്റെ തെക്കൻ ഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു കോട്ട കണ്ടു. 9 ഗോപുരദ്വാരങ്ങളോടുകൂടിയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ആ സൗധം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പ്രധാന ഗോപുരദ്വാരം കഴിഞ്ഞ് അദ്ദേഹം ഉള്ളിലേക്ക് കയറി. പൂമുഖത്ത് അങ്ങനെ ഒന്ന് നിന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ 2 സൈഡിലേക്ക് ഇങ്ങനെ മുടി പിന്നിയിട്ട്, പഴയ കാലത്ത് അങ്ങനെയുണ്ട് അല്ലേ, അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ടോ? 2 സൈഡിൽ വാരിമാരി അങ്ങനെ പിന്നിയിട്ട് ഇങ്ങനെ കിങ്ങിണിയൊക്കെ കെട്ടി നോക്കിയിട്ട് ഒരു പട്ടുകുപ്പായ കൊടുത്തിട്ടുള്ള സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ മുമ്പിൽ വന്നിട്ട് നമസ്തേ പറഞ്ഞു. അദ്ദേഹവും നമസ്തേ എന്ന് പറഞ്ഞു. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെ നിന്നാ. കുട്ടി ഞാനിവിടുത്തേണ്. എന്താ പേര്? പുരഞ്ജനി. അങ്ങയുടെ പുരഞ്ജൻ മേച്ചുണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഊതിയിട്ടൊരു 5 തലയുള്ള സർപ്പം അതിനെ ഇങ്ങോട്ട് മുമ്പ് കൂടെ അങ്ങോട്ട് റൗണ്ട് ചെയ്ത് പോയപ്പോൾ ഒന്ന് പേടിച്ചു. പേടിക്കണ്ട, ഇവിടുത്തെ ആളാ, ഈ കോട്ട സൂക്ഷിക്കുന്നത് മൂപ്പരാ, അവിടുത്തെ സെക്യൂരിറ്റി ചീഫാണെന്ന് പറഞ്ഞു. അപ്പോൾ തറവാട്ട് പേരെങ്ങനെ? എനിക്ക് നിശ്ചല്യ. അങ്ങനെ ഒരു തറവാടുണ്ടോ? അല്ല, എനിക്ക് നിശ്ചല്യ എന്നാണ് പറഞ്ഞത്, അറിയില്ല എന്നുള്ള അർത്ഥത്തിൽ. അതെല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പേര് തമ്മിൽ സാമ്യമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധർവമായിട്ട് കുട്ടിയെ സ്വീകരിക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയണത് എന്ന് പറഞ്ഞപ്പോൾ വേണമെന്നും പറഞ്ഞില്ല, വേണ്ടാന്നും പറഞ്ഞില്ല, തല താത്തിയിട്ട് നൈസിലൊരു ഇസ്മയിൽ. അപ്പോൾ എന്തായി? ആ സമ്മതമാണെന്ന് മനസ്സിലായി. പാണിഗ്രഹണം ചെയ്തോ അവിടെ കൂടി. രാവും പകലും പോകുന്നത് അറിയുന്നില്ല, ഇടവും മിഥുനവും പോകുന്നത് അറിയുന്നില്ല, വസന്തം ഹേമന്തം ശിശിരം വർഷം മുതലായിട്ടുള്ള കാര്യങ്ങൾ മാറണത് അറിയണില്ല.
മുടി പിന്നി കൊടുക്കുക, ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് നുറുക്കി കൊടുക്കുക, ഇഡ്ഡലിക്ക് ഇഷ്ടം ഉണ്ടാക്കാൻ സഹായിക്കുക. ഇങ്ങനെ ആ അടുക്കളയും ശയനമുറിയും ആയിട്ട് ഇങ്ങോട്ട് കടന്നുകൂടി എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് കുറേശ്ശെ നേരെയൊക്കെ തുടങ്ങിയപ്പോൾ ആ വെളുത്ത മുടി കുറേശ്ശെയൊക്കെ പറിച്ചു കൊടുക്കുക, മടിയിൽ കൊടുത്ത് ഇങ്ങനെ തലയൊക്കെ പാടുകൂടി മെസ്സേജ് ചെയ്യുക, അങ്ങനെയൊക്കെ സന്തോഷിച്ച് സല്ലപിച്ച് ഇങ്ങനെ കഴിയണു. അതിൻ്റെ ഇടയിൽ പുറത്ത് കുന്തവും പന്തവുമായിട്ട് ഒരു സംഘം ആളുകൾ ഇവരുടെ കോട്ട ആക്രമിക്കാനായിട്ട് വന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം വേഗം അതിനെ പ്രതിരോധിക്കാൻ ആരവിടെ എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സേവകന്മാരെ വിളിച്ചപ്പോൾ ആരുമില്ല അവിടെ. കാരണം എന്താ, രാജ്യകാര്യങ്ങളിലും മറ്റും തൽപരനായിട്ട് അതിലേക്ക് പരിശോധന നടത്തുന്ന ഒരു രാജാവിനെയാണല്ലോ മറ്റ് ഭടന്മാർ ശ്രദ്ധിക്കുകയുള്ളൂ അല്ലേ. ഇപ്പോൾ തോന്നുമ്പോൾ വരിക, തോന്നുമ്പോൾ പോവുക, ആ ഒരു നേരിൽ ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാത്ത ആളാണ് പ്രധാന സ്ഥാനത്തിരിക്കണമെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ ശൈലി തന്നെ പിന്തുടരും. ഇതാണ് മനസ്സിലായില്ലേ. ഇപ്പം നമ്മളൊരിക്കൽ ഒരു കുഞ്ചു എന്ന് പറഞ്ഞിട്ടൊരു വിദ്വാൻ മേസൺ പണിയൊക്കെ എടുക്കുന്ന ആളാണ് നമ്മുടെ നാട്ടിൽ. അപ്പം ഞാൻ ആദ്യം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാഗി കൊണ്ടുവരികയാണ്. വയറ്റിന്ന് വരുമ്പോൾ തന്നെ ജോലിയായിട്ട് വന്നു എന്നാണ് ഇപ്പോൾ ഇവരുടെയൊക്കെ ധാരണകൾ. കിഴങ്ങന്മാർ ഡാഷ് 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 എന്ന് പറഞ്ഞിട്ട് വരികയാണ്. എന്താ കുഞ്ചു പ്രാഗണ്? ഒന്നും പറയേണ്ട സ്വാമിക്കുട്ടി, ഞാൻ എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പോയതാണ്, ഇവരിൻ്റെയൊക്കെ ഭാവം കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയി അന്വേഷിക്കുമ്പോൾ മറ്റന്നാവാ എന്ന് പറഞ്ഞിട്ട് പറയണേ. പാവം, ഈ പോണവൻ്റെ സങ്കടം പോണവനല്ലേ അറിയുള്ളൂ. ഇതാണ്, ഒന്നും വിഷമിക്കേണ്ട, ഭഗവതിയെ പിടിക്കുക, പ്രയത്നിക്കുക, ഒക്കെ ശരിയാവും എന്നൊക്കെ നമ്മൾ സമാധാനവാക്കും പറഞ്ഞു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഈ പറഞ്ഞ ഒരു 5-8 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കാലിൻ്റെ കണ്ണി കാണുന്ന മാതിരി ഒരു പാൻറ്റൊക്കെ ഇട്ടിട്ട് സൈഡിലൊരു ബാഗൊക്കെ ഇട്ട് അങ്ങനെ പൗഡറൊക്കെ ഇട്ട്, പൗഡർ ഇട്ടത് അറിയണമുണ്ട്, അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണ ഒരു 10-11 മണിയോട് കൂടിയിട്ട് കുഞ്ചു വിളിച്ച പാടത്തേക്ക് വന്നു. സ്വാമിക്കുട്ടി കുഞ്ചു വിളിക്കണ്ട, എൻ്റെ പേര് സ്വാമിനാഥ്. എവിടെ പണിയൊന്നുമില്ല, ഉദ്യോഗമാണ്. ഉദ്യോഗം എവിടെ? സിവിൽ സ്റ്റേഷൻ. ജോലി കിട്ടിയോ? ഓ, അതിനിപ്പോൾ ഈ 11 മണിക്ക് പോയിട്ട് സാറ് വരുമ്പോൾ 12 കഴിയും, സുഖമാണ്. ആരെങ്കിലും വന്നാൽ അടുത്ത ആഴ്ച വാ പറയും. ആലോചിച്ച് നോക്കൂ. ഇവനോട് മറ്റന്നാവാ എന്ന് പറഞ്ഞിട്ട് പ്രാഗിയവൻ ആ കസേരയിലിരുന്നപ്പോൾ അവൻ്റെ ഭാവം എന്തായി? ആളുകളുടെ ഒരു സമ്പ്രദായങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ തത്വം എന്താണ്? പ്രധാനമായിട്ടുള്ളൊരു ഓഫീസർ കൃത്യത പാലിക്കാതെ 12-നും അതിന് ശേഷവുമാണ് കസേരയിലെത്തുന്നതെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട അനുചരന്മാരും അതിനനുസൃതമായിട്ടേ പെരുമാറുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് കഥ. അപ്പോൾ ഈ ഭാവത്തിൽ ഇദ്ദേഹത്തിൻ്റെ അനുയായികളെയും ഭടന്മാരെയും ഒന്നും കാണാനില്ല. അവസാനം പ്രാണരക്ഷാർത്ഥം താൻ തന്നെ ആയുധമെടുത്ത് പ്രതിരോധിക്കാനായിട്ട് ഇറങ്ങി പത്നിയെയും കൂട്ടി എന്ന് പറയാണ്. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, ആയുധങ്ങൾ കഴിഞ്ഞു, ദ്വന്ദ്വയുദ്ധമായി. താനിവിടെ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങോട്ട് ആ മർമ്മത്തിൽ കൊല്ലും, ജീവൻ പോവും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം ഒരൊറ്റ ശ്വാസം പിടിച്ചിട്ടൊരു ഓട്ടം, ഒരു മറിയലാണ്. കാരണം ഈ വല്ലാതെ ദേഹം കിടന്ന് കൊടുക്കുമ്പോൾ ഇല്ലാത്തൊരു ഊക്കുണ്ടാവുമല്ലോ, അങ്ങനെയാണ്. ആ ഊക്കിൽ അങ്ങനെ ഇപ്പോൾ ചില ആളുകൾ കിണറ്റിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അറിയാതെ കണ്ടു പോയി കഴിഞ്ഞാൽ സ്വയം പരിശ്രമത്തിൽ കയറിയ ആളുകളെയൊക്കെ നമുക്കറിയാം. ഒന്നും കൂടി ഇറങ്ങി കയറോ പ്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. എന്താ അതിൻ്റെ തത്വം? നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ അല്ലേ? അത്യാവശ്യം വരുമ്പോൾ ഒരു കരുത്ത് തനിയെ ഉണ്ടാവും എന്ന് പറയാണ്. ആ കരുത്തിലൂടെ അദ്ദേഹം നേരെ മുറിയിൽ ചെന്നിട്ട് കട്ടിലിൻ്റെ അടിയിൽ നിന്നൊരു രഹസ്യദ്വാരമുണ്ട്. പഴയ ആളുകളൊക്കെ ചില ഗുഹകൾ രക്ഷപ്പെടാനായിട്ട് രഹസ്യമായിട്ട് പണിയും. അങ്ങനെ പണിന്നിട്ട് ഇദ്ദേഹം വേറൊരു നാട്ടിൽ ചെന്നെത്തിയിട്ട് അവിടെയും തേമാരി പോയി ഒരു സ്ഥലത്ത് ഒരു കാലകന്യക എന്നുള്ളൊരു സ്ത്രീയായിട്ട് ബന്ധം വന്നു. അവിടെയും ഇതുതന്നെ ആവർത്തിച്ചു. അവിടുന്ന് മറ്റേക്ക് ഉണ്ടായി രക്ഷപ്പെടാനായിട്ട് വേറൊരു നാട്ടിലേക്ക് രഹസ്യദ്വാരത്തിലൂടെ പോയി. അപ്പോൾ ഈ കഥ പറഞ്ഞ് കേട്ടപ്പോൾ
രാജാവിന് തോന്നി സ്വാമി വേറെന്തോ ഉദ്ദേശിച്ചിട്ടാണ് പറയണത്, സ്വാമി ഇതെവിടെയോ കൊള്ളിച്ചിട്ടാണല്ലോ പറയണതെന്ന് പറഞ്ഞു. നിനക്കങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നണു എന്നാൽ അതന്നെ ശരി, ഞാൻ പറഞ്ഞു തരാം. പുരഞ്ജനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരം എന്ന് പറഞ്ഞാൽ ഒരു ശരീരം, ആ ജനൻ എന്നതെന്താണ്? ജീവാത്മാവ്. അപ്പോൾ ഒരു ശരീരം സ്വീകരിച്ചിട്ടുള്ള ഒരു ജീവാത്മാവ്, ഒരു വ്യക്തി. ആ വ്യക്തി എന്ത് ചെയ്തു? തനിക്ക് താമസ സൗകര്യമുള്ള ഒരു ഗൃഹം വേണം എന്ന നിലയിൽ വീട് വാങ്ങി താമസിക്കാൻ ഒരുങ്ങിയിട്ട് പുറപ്പെട്ടു. ഹിമാലയത്തിൻ്റെ തെക്കൻ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഭാരതഖണ്ഡത്തിൽ അദ്ദേഹം ഒരു ദേഹത്തെ സ്വീകരിച്ചു. അപ്പോൾ ഒരു ജീവാത്മാവ് ഒരു ശരീരത്തിൽ കടന്നുകൂടി. ജന്മം ജനിച്ചു വശായി എന്നർത്ഥം. 9 ഗോപുരദ്വാരങ്ങളോടുകൂടിയിട്ടുള്ള കോട്ട എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങളോടുകൂടിയിട്ടുള്ള ശരീരം എന്ന് തന്നെയാണ് അതിൻ്റെ വിവക്ഷ. അവിടെ നിന്നൊരു കന്യകയായിട്ട് ബന്ധപ്പെട്ടു. അവളുടെ പേര് പുരഞ്ജനി എന്ന് പറഞ്ഞാലോ, പുരഞ്ജനി ബുദ്ധി എന്നാണ്. ബുദ്ധി. അപ്പോൾ ഈ ശരീരത്തിൽ എന്തായി? ബുദ്ധിയും കൂടി ആഡ് ചെയ്യപ്പെട്ടു. വിവാഹം കഴിച്ചു, പത്നിയായിട്ട് കൂടി. പത്നി എന്ന് പറഞ്ഞാൽ വിദ്യ എന്നും ബുദ്ധി എന്നും ഒക്കെ അർത്ഥമുണ്ട് പത്നിക്ക്. ഏതായാലും അവിടെ അങ്ങനെ കടന്നുകൂടി സ്വന്തം ശാരീരികമായിട്ടുള്ള ശേഷകളിൽ വ്യാപരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി എന്ന് പറയുമ്പോൾ താൻ എന്തിനാണ് ജനിച്ച് എന്നോ, താൻ എന്താണ് എന്നോ, താൻ ആരാണ് എന്നോ, താൻ ആരാവണം എന്നോ, എങ്ങനെ ജീവിക്കണം എന്നോ, തൻ്റെ ഉള്ളിൽ ചൈതന്യമായി വിളങ്ങുന്നതായിട്ടുള്ള ആ ശക്തി എന്താണ് എന്നോ, അതിനെ അറിയണമെന്നോ കാണണമെന്നോ ചിന്തിക്കാതെ കണ്ട് കൊട്ടൻ ചുക്കാതി തൈലും കർപ്പൂരാതി കൂടിയിട്ട് ഇങ്ങനെ സഹചരാതിയോട് കൂടിയിട്ട് മസാജ് ചെയ്യലും കാര്യങ്ങളും ഇങ്ങനെ ചവനപ്രാശവും കാര്യങ്ങളും അടിച്ചുകൊണ്ട് ടച്ചിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ട് പോവുക. വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, വാഹനം മാറിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ രാവും പകലും ഉണ്ടും ഉറങ്ങിയും കഴിയുക എന്നല്ലാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്, സാക്ഷാത്കാരം എന്താണ് എന്ന് ഒരു വ്യക്തി കഴിഞ്ഞുകൂടി പോകുന്നതിൻ്റെ ഇടയിൽ നിത്യപ്രളയം നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. അറ്റാക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ വന്ന് എതിരിട്ട ചണ്ഡവേഗൻ എന്ന ഗന്ധർവനും 360 വീതമുള്ള അദ്ദേഹത്തിൻ്റെ 2 ഭടന്മാരും, 2 വിഭാഗം ഭടന്മാരും ഭടികളും, 360 ഭടന്മാരും 360 ഭടികളും. 360 നമ്മുടെ ഇതിൽ കണക്ക് വരിക. 5 ദിവസം ചെറിയ മാത്രകൾ കൂടും 365 വർഷങ്ങളാണതേ. അപ്പോൾ അത്രയും ദിവസത്തെ പകലും രാത്രിയും. ഇതാണ് 2 വിഭാഗം ഭടന്മാർ എന്ന് പറഞ്ഞാൽ, ആ ആൺ വിഭാഗത്തെ പകലമായിട്ടും പെൺവിഭാഗത്തെ രാത്രിയായിട്ടും. അപ്പോൾ ഈ രാവും പകലും കഴിഞ്ഞു പോയി തന്നെ അറിയാതെ. ഇതിൻ്റെ ഇടയിൽ ആയുസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കണോ എന്നാണ്. 1000 അന്ത്യം എത്തിയ ഘട്ടത്തിൽ ഇദ്ദേഹം എന്തെങ്കിലും അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അപകടത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആക്രമണം എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗങ്ങളായിട്ടോ, ലങ്സ് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെയോ, ശ്വാസം ശരിയായ നിലയിൽ വർക്ക് ചെയ്യാതെയോ, കയ്യും കാലോ അനുസരിക്കാതെയോ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ബാധിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് പരിശ്രമിച്ചു ആണ്. യുദ്ധത്തിന് സജ്ജനായി എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനായിട്ട്. ഇപ്പോൾ പല്ല് 2 കൊഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങനെ പിന്മാറില്ലല്ലോ ഞാൻ. ഒരു 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 10 പവനുണ്ടെങ്കിൽ 2 പല്ല് കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ സ്വർണ്ണപ്പല്ല് വയ്ക്കുന്ന ആളുകളുണ്ട് അല്ലേ? അത് വെച്ചാൽ എന്താ ഗുണം അറിയാം? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. ഈ പല്ല് കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കണം. ഒറ്റപ്പെട്ട ഈ പല്ലടിച്ച് പൊഴിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും. ഏതായാലും അതിന് പറ്റാത്ത പിഞ്ഞാണിൻ്റെ പല്ല് ഇറങ്ങിയിട്ടുണ്ടല്ലേ? നല്ല കാശാട്ടോ. 25-30 ആയിരം രൂപയൊക്കെ ചിലവുണ്ട് നന്നായിട്ട് ചിരിക്കണമെങ്കിൽ. എളുപ്പമല്ല എന്ന് പറയാം. ഏതായാലും ഇങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ആയുസ് വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. സാധിച്ചില്ല എന്നന്നെ പറഞ്ഞത്. ഏത് തരം എണ്ണ ഉപയോഗിച്ചിട്ടും എന്ത് തരം ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും കഴിച്ചിട്ടും അവസാനം എന്തായി? അയച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലേണം. മരിച്ചു നീ പിരിയുമ്പോൾ കരയും നിൻ ബന്ധുക്കൾ അറയ്ക്കുന്ന പ്രേതമായി വെറുക്കുന്നു നിന്നെ. മനുഷ്യനായെന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. ഒരിക്കൽ നീ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഒരുത്തൻ്റെ മുമ്പിൽ
വിസ്തരിക്കണം. ഇതിനൊക്കെ കണക്ക് പറയാനുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ പറയണം. പിന്നെയോ എന്തെല്ലോ വാങ്ങിക്കൂട്ടിയാലും എത്രയോ നിലകളായിട്ട് കെട്ടിടം ഉയർത്തിയാലും പണവും പ്രതാപവും നേടുവാനായി പണി ചെയ്തു ജന്മം പാഴായി കളഞ്ഞു, അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ 6 അടി മണ്ണിൽ എരിഞ്ഞടങ്ങേണം. അത്രയേ ഉള്ളൂ. ചത്തുപോന്നേരം വസ്ത്രമതുപോലും ഒത്തിണ കൊണ്ടുപോവാനോരുത്തർക്കും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ മിത്രബാന്ധവാഃ സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. അർത്ഥാഗൃഹേ നിവർത്തന്തേ. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ പാസ്ബുക്കുകൾ, നമ്മുടെ ATM കാർഡ് എല്ലാം എവിടെ ഇരിക്കണോ? വീട്ടിലിരിക്കണോ? ശ്മശാനേ മിത്രബാന്ധവാഃ. ശ്മശാനം വരെ വരണോ? ആരൊക്കെ? റിലേറ്റീവ്സും സുഹൃത്തുക്കളും. മനസ്സിലായില്ലേ? ഇന്നലെ വന്നിട്ട് ചൊരങ്ങക്കൊക്കെ എത്ര വില വാങ്ങാൻ പാടുണ്ടോ? കുട്ടാന്ന് പച്ചക്കറി കടയിൽ വന്ന് പെശകിയ മെന്നാപ്പി കിടക്കണത്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. എന്തിനാ സ്വത്ത്, എന്തിനാ മുതല് എന്നും പറഞ്ഞിട്ട് പോയി ശവദാഹം കഴിഞ്ഞ് കുളിച്ചു വരുമ്പോൾ കിടുകിടുന്ന് തന്നെ വിറയ്ക്കുക. പുഴയെ കുളിച്ചപ്പോഴേ നല്ലൊരു തണുപ്പ്. അപ്പോൾ അവിടെ മൊമ്മതിൻ്റെ പെട്ടിക്കടയിൽ ചായ ഉണ്ട്. അവിടെ പോയി ഒരു ചായ ഉണ്ടോ കുട്ടിയേ, കടി വേണോ? അയ്യേ. അപ്പം പല്ല് കിടുകിടുന്നതിനെ കടിക്കുമ്പോൾ ഒരു മുറുക്ക് കടിക്കാതെ പറഞ്ഞു. മുറുക്കും കടിച്ചു ചായയും കുടിക്കണതിൻ്റെ ഇടയിൽ കോങ്ങാട് പത്തിരിപ്പാല റോട്ടിലത്തെ പോക്കറിൻ്റെ ആ 7 സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ, മകളുടെ കല്യാണം മുട്ടി നിൽക്കുക, അതിപ്പോൾ കൊടുക്കണം പറഞ്ഞ് നിൽക്കണു. എന്തിനാ സ്വത്ത് പറഞ്ഞ മേനെ എന്താ പറഞ്ഞറിയോ? സെൻറ്റിന് എന്താ വില, ബ്രോക്കറുണ്ടോ? ഇതാണ് മനുഷ്യൻ്റെ സ്വഭാവം, മായയുടെ വൈഭവം. അർത്ഥാഗൃഹേ നിവർത്തന്തേ ശ്മശാനേ മിത്രബാന്ധവാഃ ബട്ട് സുഹൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. നമ്മൾ ചെയ്ത പാപവും നമ്മൾ ചെയ്ത പുണ്യവും നമ്മൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. എന്തൊക്കെ സാധിക്കുക? നമ്മൾ ചെയ്ത പാപവും കൊണ്ടുപോകാം, നമ്മൾ ചെയ്ത പുണ്യവും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് പരമാവധി ജീവിച്ച് ഈ തിരശ്ശീല വീഴുന്നത് വരയ്ക്ക് എന്തെല്ലാം തരം ശ്രേഷ്ഠ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്ത് അമരനാവുക. ഒരടയാളം സ്ഥാപിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ആ ജന്മം കൊണ്ട് എന്താ കാര്യം? ഇന്നും സത്യത്തെപ്പറ്റി നമ്മൾ പ്രതിപാദിക്കുമ്പോൾ മറക്കാതെ ആരും പറയുന്നൊരു പേരാണ് ഹരിചന്ദ്രൻ. ശരിയല്ലേ? എത്ര കാലം മുമ്പ് ജീവിച്ച് മൺമറഞ്ഞു പോയ ആളാണ്. ഇന്നും അദ്ദേഹത്തെ സ്മരിക്കുന്നുവെങ്കിൽ ആ സത്യത്തിൻ്റെ ശക്തി കർമ്മത്തിൻ്റെതായിട്ടുള്ള ശുദ്ധി എന്നാണ്. അപ്പോൾ ഓർക്കപ്പെടുന്ന തരത്തിൽ ഒരു കർത്തവ്യം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ദേഹം വീണാലും നമ്മളെന്നും സ്മരിക്കപ്പെടും. ചില ക്ഷേത്രങ്ങൾ, അതുപോലെ ചില പാഠശാലകൾ, സ്കൂളുകളൊക്കെ മെമ്മറി ഓഫ് എന്ന് വെച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? അപ്പം അങ്ങനെ ഒരു അടയാളം, ഒരു സമ്പ്രദായം നമ്മൾ സമാജത്തിന് കൊടുക്കുന്ന നിലയിലുള്ളൊരു ആർജവമുള്ളൊരു വ്യക്തിയായി ജീവിച്ചാൽ മാത്രമേ ആ ജീവിതം ആവുന്നുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, എന്താണെങ്കിലും സ്വാമി അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്, കുറച്ചൊക്കെ ക്ഷീണം ആയി എങ്കിലും ഇപ്പോഴെങ്കിലും എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചുവല്ലോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ട് ആ ഒരു മന്ത്രോപദേശം തന്നാൽ നന്നായി, ഒരു ഉപദേശം കിട്ടിയാൽ നന്നായി എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല, കൊടുക്കാം. അല്ലാതെ കണ്ട് ഈ തോന്നിയോണം തൻ്റെ കയ്യിൽ എത്രയോ അറിവുണ്ടായിക്കോട്ടെ, എത്രയോ മന്ത്രസിദ്ധികൾ ഉണ്ടായിക്കോട്ടെ, കണ്ടോർക്ക് കണ്ടോണം അങ്ങോട്ട് കൊടുക്കാൻ പാടില്ല. ആവശ്യമുള്ള ആൾക്ക്
ആവശ്യം വീണ്ടും വീണ്ടും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പരിശോധിച്ചിട്ട് അർഹമായ സന്ദർഭത്തിൽ വേണം വിദ്യ പകർന്നു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ എന്താ അറിയോ, അനവസരത്തിൽ അതിനെ പ്രയോഗിച്ചിട്ട് തനിക്കും ഗുണമില്ലാതെ സമാജത്തിനും ഗുണമില്ലാതെ കണ്ട് അതിനെ ദുഷ്പ്രയോജനം ചെയ്യുന്നതിന് കാരണമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ദാഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശത്തെ കൊടുത്തു. അങ്ങനെ ബർഹിഷത്ത് മഹാരാജാവ് പരമപദത്തെ പോകി എന്ന് പറയുകയാണ്. ഏതായാലും ഈ പ്രജേതസ്സുക്കൾ തപശ്ചര്യയിൽ ഏർപ്പെടുമ്പോൾ മഹാദേവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. പ്രാർത്ഥിച്ചതൊക്കെ ഭഗവാൻ വിഷ്ണുവിനെ ആണെങ്കിലും ആദ്യം ദർശനം നൽകിയതാരാണ്? മഹാദേവനാണ്. മഹാദേവൻ്റെ ഒരു പ്രത്യേക ഭാവം അതാണ് അറിവിൻ്റെ നിറവായിട്ടുള്ള ദക്ഷിണാമൂർത്തി ഭാവം എന്നാണ്. കാരണം പ്രയോജനമുണ്ടാകുന്ന എപ്പോഴും അറിവ് കൊണ്ടാണ്. അങ്ങനെയാണ്. അങ്ങനെ അറിവിൻ്റെ ശാസ്ത്രം അദ്ദേഹം അവർക്ക് ഉപദേശിച്ചു. അങ്ങനെ അവരൊക്കെ മുക്തന്മാരായി എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗം അത് അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നീട് പഞ്ചമസ്കന്ധത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ചോദിച്ചു, സ്വാമിജി ആദ്യ കുട്ടി ഉണ്ടായിരുന്നല്ലോ, അവൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ പേര് പ്രിയവ്രതൻ എന്നാണ്. അവൻ ഇങ്ങനെ വിവാഹത്തിലൊന്നും താല്പര്യമില്ലാതെ കണ്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ്. സ്വാമി ഇടയ്ക്ക് ഇങ്ങനെ വരും. നാരദസ്വാമി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വാമി ആ ഭജനയൊക്കെ പാടുന്ന സമയത്ത് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കട്ടോ, കല്യാണമൊന്നും വേണ്ട എനിക്കിന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കുറേയൊക്കെ നിർബന്ധിച്ചു. ഇതിലിടയ്ക്ക് പിന്നെ സ്വാമിയെ കാണുമ്പോൾ സ്വാമിയോട് ചേർന്നിരിക്കുമ്പോൾ ഒക്കെ എന്തെന്നില്ലാത്തൊരു സുഖമാണ്. നാമസങ്കീർത്തനങ്ങൾ കേൾക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ സമയം പോണത് അറിയില്ല. അപ്പോൾ സ്വാമി ഇപ്പോൾ ഈ കുട്ടിക്ക് തോന്നി ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, ഈ സ്വാമി ആവുക എന്നുള്ളത് നല്ല കാര്യമാണ്. അങ്ങനെ അച്ഛനോട് അനുവാദം ചോദിച്ചു. അച്ഛൻ അനുവാദം കൊടുത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സ്വാമി വീട്ടിൽ വന്നു. അപ്പോൾ സ്വാമിയോട് പറഞ്ഞു, സ്വാമി വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനെന്ന് പറഞ്ഞു. എന്താ കുഞ്ഞോട്ട്, എന്താണൊക്കെ ഒരു സങ്കടം, മുഖത്തും വല്ലാതെ വിഷമമുണ്ടല്ലോ. പിന്നെ സ്വാമി മാമേ, ഞാനേ അച്ഛനോട് പിന്നെ ഒരു കാര്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? എനിക്കും പിന്നെ സ്വാമി ആവണമെന്നുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നെ മുഖത്ത് നോക്കി വ്യഞ്ജനാക്ഷരം പറഞ്ഞു എന്നാണ്. നല്ല മൂഡിൽ അച്ഛൻ ഇരിക്കുമ്പോൾ അച്ഛാ പിന്നെ എനിക്ക് സ്വാമി ആവണമെന്നുണ്ട് പറഞ്ഞപ്പോൾ വ്യഞ്ജനാക്ഷരം. ഏതായാലും അതും പറഞ്ഞപ്പോൾ ഇരിക്കക്കുത്തി വീണമാതിരിയായി. അദ്ദേഹം അങ്ങോട്ട് പോയി. അപ്പോൾ സ്വാമി പറഞ്ഞു, കുട്ടാ സ്വാമി ആവുക എന്നുള്ളത് വിഷമമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഭൗതികതയിൽ ആണ്ട് മുങ്ങിയിരിക്കുന്ന ആളുകളോട് അത് പറഞ്ഞ് അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? തെറ്റൊന്നുമില്ല, നിൻ്റെ ചിന്തയൊക്കെ നല്ല കാര്യമാണ് മോനെ. നല്ല കാര്യം നേടണമെങ്കിൽ ആളുകളോട് എല്ലാവരോടൊന്നും അഭിപ്രായം ചോദിക്കരുത്. തനിക്ക് ശരി എന്നുള്ളൊരു കാര്യം അങ്ങോട്ട് എടുത്ത് ചാടി അങ്ങോട്ട് ചെയ്താൽ അത് കിട്ടും. അല്ലാതെ എല്ലാവരോടും അനുവദിച്ചു. ഇപ്പോൾ ഭാഗവതം ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ക്ഷണവും വന്നു, കാലം മോശം, കോവിഡാ. അപ്പം എന്താ പറയുക, ഞങ്ങളുടെ 236 അതെന്താ 144ൻ്റെയൊക്കെ അപ്പൂപ്പന അവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ആലോചിച്ച് ഭയന്നിരുന്നാൽ ഇരിക്കും. അപ്പോൾ ചെറിയ സാഹചര്യങ്ങൾ അനുകൂലമായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്നാൽ ചില നേട്ടങ്ങൾക്ക് എന്ത് വേണം, എടുത്തു ചാടണം എന്നാണ് പറയുക. അപ്പോൾ എടുത്ത് ചാടിയിലേ കിട്ടുകയുള്ളൂ. എല്ലാവരോടും സമ്മതം വാങ്ങിയിട്ട് ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നും പറഞ്ഞിട്ട് സ്വാമി പോയിട്ടോ. ഇത് പറഞ്ഞപ്പോൾ കുട്ടി അതെന്നൊരു കാര്യം ഉറച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാനില്ല. എവിടേക്കാ പോയി? പ്രിയവ്രതനെ കാണാനില്ലല്ലോ. പലഹാരം കഴിക്കാൻ വന്നോ? ഇല്ല, രാവിലത്തെ കാലിച്ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. എവിടെ പോയി? ഉച്ചയ്ക്ക് കാണാനില്ല, വൈകുന്നേരം കാണാനില്ല. വിഷമായി മഹാരാജാവ്. 4 ഭാഗത്തേക്ക് ആളെ അയച്ചു, കുട്ടിയെ കാണാനില്ല. ഒരാഴ്ച കഷ്ടിയായപ്പോൾ അന്നത്തെ സങ്കടം കൊണ്ട് രാജാവ് ആഹാരം കഴിച്ചില്ല കേട്ടോ. അയ്യോ, വല്ലാത്ത വിഷമായി. അങ്ങനെയാണല്ലോ, പെട്ടെന്ന് വലിയൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊണും വെള്ളമൊന്നും വേണ്ടിയില്ല. പക്ഷേ പിന്നെ 1-2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശീലമാവും. പിന്നെയൊക്കെ കുറേശ്ശെ ചായയും പലഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ എന്താ പുട്ടാണ്? ഇന്നലെ പുട്ടുണ്ടാക്കിയില്ല, ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെടാൻ തുടങ്ങി. സങ്കടമൊക്കെ 2 ദിവസം ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ സമരസപ്പെടുന്നതാണ് പറയുക. ഏതായാലും അങ്ങനെ കഴിഞ്ഞു കൂടുന്നതിൻ്റെ ഇടയിൽ ഒരു വിദ്വാൻ വന്നിട്ട് പറഞ്ഞു, മഹാരാജൻ നമസ്തേ. നമസ്തേ. കുട്ടി പാട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? എന്താ? അല്ല, വലിയ കുട്ടി പ്രിയൻ സ്വാമിയുടെ അടുത്ത് പാട്ട് പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട് അല്ലേ? നാരദമുനിയുടെ അടുത്ത്. ഒരു വിട്ടതൊന്നുമല്ലല്ലോ, ചാടി. അവൻ മനസ്സിലായി ഏതായാലും കുട്ടി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. അദ്ദേഹം നേരെ ചെന്നു. എന്തിടോ നീ വീട്ടിലൊന്നും പറയാതെ കണ്ട് ഇങ്ങനൊരു പണി ചെയ്തിട്ട് ആളുകൾക്ക് ആധി ഉണ്ടാക്കി തരണം എന്നുള്ള നിലയിൽ ആക്ഷേപിച്ചുകൊണ്ട് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ തുടങ്ങിയപ്പോൾ കുട്ടി വന്നില്ല. അച്ഛനോട് പോയി പറഞ്ഞു. ബ്രഹ്മദേവനാണ്.
ബ്രഹ്മദേവൻ വന്ന് ഇടപെട്ട് പറഞ്ഞു, മോനെ അച്ഛനമ്മമാരെ ധിക്കരിക്കരുത് കേട്ടോ, പറഞ്ഞത് അനുസരിക്കണം. ആത്മാവായി പുത്രഭവതി എന്നാണല്ലോ, അച്ഛനമ്മമാരെ അനുസരിക്കാനുള്ള ബാധ്യത മക്കൾക്കുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുത്വത്തോടുകൂടി പെരുമാറുക. എന്തായാലും കുറച്ച് ദിവസം സ്വാമിയായിട്ടുള്ള സമ്പർക്കം ചെയ്തു. വേദകാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചില്ലേ? 4 ആശ്രമങ്ങളെ പറ്റി പഠിച്ചു. ഏതെങ്കിലും ഒരു സഹസ്രനാമമന്ത്രം കാണാതെ പുസ്തകം നോക്കാതെ ചെല്ലാരായോ? അത്യാവശ്യം വേദ പ്രാർത്ഥനകൾ സൂക്തങ്ങൾ ഏതെങ്കിലുമൊക്കെ ശ്രീസൂക്തം ചൊല്ലും, ഭാഗ്യസൂക്തമുണ്ട്, പുരുഷ സൂക്തമുണ്ട്, മേധാസൂക്തമുണ്ട്, പിന്നെന്താ അതിലേ നാമങ്ങൾ എന്തെങ്കിലും ഉപദേശമായിട്ട് ബീജാക്ഷരങ്ങൾ അടങ്ങിയ മന്ത്രം വല്ലതും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയോ? ഉപാസിച്ചുകൊണ്ടിരിക്കേണ്ടത്. തർപ്പണം ചെയ്യണ്ടോ? പിന്നെന്താ, ഒരു മനുഷ്യ ജീവിതത്തിൽ ആവേണ്ടതൊക്കെ ആയി കിട്ടിയല്ലോ. ഇനി മോനൊരു കാര്യം ചെയ്തോളൂ, ഇനി തന്നെ ഈതിബാധകൾ ദോഷങ്ങളൊന്നും ബാധിക്കില്ല. കാരണം എന്താണ്, അറിയേണ്ടത് നീ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഷ്ഠാനം കിട്ടിയിട്ടുണ്ട്, ഒരു ഗുരുനാഥനായിട്ടുള്ള ബന്ധവും സാധിച്ചിട്ടുണ്ട്. ഇനി ധൈര്യമായിട്ട് അച്ഛനെ തൃപ്തിപ്പെടുത്താനായിട്ട് ഗൃഹത്തിലേക്ക് വന്നിട്ട് ഗൃഹസ്ഥ ആശ്രമിയായിട്ട് ആ ധർമ്മത്തെ പാലിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ ഗാർഹസ്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ അറിവും അനുഷ്ഠാനവും ആരംഭിച്ച് ഒരു ഗുരുവിൻ്റെ ശിക്ഷണം നേടിയിട്ട് ഈശ്വരനെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഗാർഹസ്ഥ്യം സ്വീകരിക്കുന്നതെങ്കിൽ ആ ഗൃഹസ്ഥന് അധപതിക്കില്ല, അദ്ദേഹത്തിന് വലിയ ഉയർച്ചയുണ്ടാവും. അങ്ങനെ ഇദ്ദേഹം വന്നു. പക്ഷേ അച്ഛൻ എന്ത് ചെയ്തു വെച്ചാൽ, ഈ ഒരു ദേഷ്യത്തിന് ഒരു 2 കല്യാണം കഴിച്ചു കൊടുത്തു. ബഹിഷ്മതി എന്ന ഒരു പെൺകുട്ടി വിശ്വകർമാവിൻ്റെ മകളാണ്. അവളെയും വേറൊരു പെണ്ണിനും 2 വിവാഹം കഴിച്ചു. പക്ഷെ അതിൽ മൂത്ത പത്നിയിൽ 10 ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഉണ്ടായി. ആഗ്നീത്രൻ, രത്മയോഹൻ, രത്നബാഹു, ഹിരണ്യരേസ, രഥപുഷൻ, മേധാതി, കവി, സവനൻ, പിപ്പലായനൻ മുതലായിട്ടുള്ള 10 മക്കളുണ്ടായി. ഊർജ്ജസ്വതി എന്നൊരു പെൺകുട്ടി ഉണ്ടായി. അവളെ ശുക്രാചാര്യക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. 2ാമത്തെ പത്നിയിൽ 3 ആൺകുട്ടികളുണ്ടായി. ഉത്തമൻ, താമസൻ, രൈവതൻ കാലത്തിൻ്റെ മനുക്കളായിട്ട് മാറി. കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവസാനത്തെ 3 കുട്ടികൾ അച്ഛനോട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ പിന്നെ ഞങ്ങൾക്ക് സന്യസിക്കണം എന്നൊരു തോന്നലുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഉടക്ക് വർത്താനവും പറഞ്ഞില്ല, സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹം അത് അനുസരിച്ചു എന്ന് പറഞ്ഞു. കാരണം നമുക്കോ സാധിച്ചില്ല കുട്ടികളെ, നിങ്ങൾക്ക് ആ ഒരു ബുദ്ധി തോന്നിയല്ലോ, പോയിക്കോളും. അങ്ങനെ 3 പേർക്കും അനുവാദം കൊടുത്തു. ആർക്ക്? കവി, ഹരി, സവനൻ മുതലായിട്ടുള്ള ആളുകൾക്ക്. ബാക്കി 7 മക്കൾ. അപ്പോൾ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഭരണപ്രദേശങ്ങൾ കൊടുക്കണം എന്നുള്ള നിലയിൽ സൂര്യഭഗവാൻ ഒരു ഭാഗത്തും കറങ്ങി മറ്റേ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ഭാഗം ഇരുട്ടും ഒരു ഭാഗം വെളിച്ചാണല്ലോ. തൻ്റെ ഭരണപ്രദേശത്ത് അന്ധകാരം പാടില്ല എന്നും പറഞ്ഞിട്ട് ദിവ്യങ്ങളായിട്ടുള്ള കുതിരകളെ പൂട്ടിയുള്ള ഒരു രഥം അദ്ദേഹം തയ്യാറാക്കിയിട്ട് വലിയ സ്പീഡിൽ അദ്ദേഹം രഥത്തിനെ ഉരുട്ടിക്കൊണ്ട് പോയപ്പോൾ ആ രഥത്തിൻ്റെ ഭാസ് കൊണ്ട്, ആ പ്രകാശം കൊണ്ട് എവിടെയും പ്രകാശമാനമായി അന്ധകാരമില്ലാണ്ടായി. പക്ഷേ രഥത്തിൻ്റെ ചക്രങ്ങൾ കൊണ്ടിട്ട് കുറേ കുഴികൾ, ഇങ്ങനെ 6-7 ലൈനുകൾ വന്നു, അതിലൊക്കെ വെള്ളം നിറഞ്ഞു. അങ്ങനെ സപ്ത സാഗരങ്ങളുണ്ടായി. ഓരോ സാഗരങ്ങൾക്കും ഓരോ ഗുണങ്ങളാണ്. ജംബു, പ്ലക്ഷം, കുശം, ശാകം എന്നൊക്കെ പറഞ്ഞ അവസാനം പുഷ്കരം. ഓരോന്നിലും ഓരോ രുചിയാണ് വെള്ളത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തത്വാർത്ഥമാണ് കേട്ടോ. കാരണം ഈ ഉപ്പുവെള്ളവും പച്ചവെള്ളവും കണ്ടാലറിയില്ല, രുചിച്ചാലാണ് അറിയുള്ളൂ എന്നാണ്. മനസ്സിലായില്ലേ? കരിമ്പ്. അപ്പോൾ ഈശ്വരനുമായിട്ട് ചേരാൻ ആരംഭിക്കുമ്പോൾ ഓരോ തരത്തിലുള്ള അനുഭവവും സംസ്കാരവും ഉണ്ടാവുമെന്ന് കാണിക്കുകയാണ് ഓരോ വെള്ളം. മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വയം മറക്കുന്നൊരവസ്ഥയാണ്. ഈ ഭക്തി അങ്ങോട്ട് ചില ആളുകളുടെ ഉള്ളിൽ അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തറിയോ, ഭക്തി ഒരു ശക്തിയാണ്. നേരും ഉണ്ടാവില്ല, നെലിയുണ്ടാവില്ല, ശുദ്ധാശുദ്ധങ്ങളുണ്ടാവില്ല, ആൺപെൺ ഭേദവും ഉണ്ടാവില്ല. ഏത് ദേശക്കാരാണെങ്കിലും എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനുള്ളൊരു ബുദ്ധിയാണ് ഉണ്ടാവുക. പിന്നെയോ ഭഗവത് കഥകൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഉന്മത്താവസ്ഥയിൽ അങ്ങനെ ഇരിക്കും. അതൊരു ഡോസാണ്, ഒരു ലഹരിയാണ്. അതാണ് മധ്യാവസ്ഥ. അങ്ങനെ അവസാനം ശുദ്ധേലം ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ഇതിൻ്റെ തത്വമാണ് ഈ ജംബു പ്ലക്ഷം മുതലായിട്ടുള്ള കാര്യങ്ങൾ. തത്വാർത്ഥം അങ്ങനെയാണ് പറയുക. കഥ പറയുമ്പോൾ വേറെ രീതിയിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങനെ അവസാനം ഈ വലിയ മകൻ ആഗ്നീത്രൻ എന്ന് പറഞ്ഞ വിദ്വാൻ അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു മോഹമുണ്ട്, അനിയന്മാരെ മാരി ഞാനും അങ്ങോട്ട് സന്യസിച്ചാലോ എന്നൊരു തോന്നൽ എനിക്ക് എന്ന് പറഞ്ഞു. ആഗ്നീത്രൻ കിട്ടുമോ? ശരി, ആയിക്കോട്ടെ, ഉണ്ണിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ണി പോയിക്കോളൂ എന്ന് ഇദ്ദേഹം മറുപടി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയാണെങ്കിലും ബ്രഹ്മദേവൻ മുത്തശ്ശനാണല്ലോ. അപ്പോൾ ബ്രഹ്മദേവനൊരു സംശയം, ഇവൻ പക്വമായിട്ടാണോ സന്യസിക്കാൻ ഇറങ്ങിയത് അതോ വെറും വേഷം കെട്ടൽ മാത്രമാണോ എന്നൊരു സംശയം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ സഭയിലത്തെ ഒരു അംഗം, ഒരു ഗന്ധർവ സ്ത്രീയാണ്,
അവളുടെ പേര് പൂർവജിത്യ. പൂർവജിത്യ വിളിച്ചു പറഞ്ഞു, പൂർവേ അഗ്നീന്ദ്രൻ ഇപ്പോൾ തപസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കുന്നുണ്ട്, ഒന്ന് നോക്ക് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഓ നമോ നാരായണായ കണ്ണടച്ച് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനിക്കണമെന്നൊക്കെ വലിയ ഭാവത്തിൽ വലിയ പട്ടയും കുറിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്, മുദ്രയൊക്കെ പിടിച്ച്. അതിൻ്റെ ഇടയിൽ ഒരു വശ്യ തൈലമൊക്കെ പൂശി ആ ചുണ്ടിലൊക്കെ നന്നായിട്ടുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ആ കവിളിലൊക്കെ റോസാണ് പൊതുവെ, അതിലൊരു കണ്ണ് തട്ടാതിരിക്കാനൊരു പൊട്ടൊക്കെ കുത്തി നന്നായിട്ട് മല്ലികപ്പൂവിനൊരു പ്രത്യേക സുഗന്ധമാണ്, ഒരു വശ്യ സുഗന്ധമാണ്. അതിനെയൊക്കെ വെച്ച് മനോഹരമായിട്ടുള്ള ആ വളകളും തളകളും ഒക്കെ ഇട്ട് നന്നായിട്ട് വേഷവിധാനങ്ങളോട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രാണനാഥനിക്ക് നൈസിലൊരു കണ്ണ് തുറന്നു നോക്കി. എന്താ കുട്ടറ പേരെ ചോദിച്ചു. ജപിക്കുക കേട്ടോ, വല്ല ആവശ്യമുണ്ടോ? എൻ്റെ പേര് പൂർവീത്തി എന്നാണ്, പൂർവേന്ന് വിളിക്കും. വേളി കഴിച്ചിട്ടുണ്ടോ? സ്വാമി ഒരു സംശയമുണ്ട്. സ്വാമി ഇങ്ങനെ തപസ്സിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സേവയ്ക്കോ സഹായത്തിനോ ഒക്കെ അങ്ങനെ വന്നാൽ സ്വീകരിക്കുമോ? വിരോധം ഇല്ല. പിന്നെ അങ്ങനെ സ്വാമിയെ സഹായിച്ച അവിടെ കൂടി സ്വാമിയെ സഹായിച്ചപ്പോൾ എന്തായി? 9 മക്കളായി. 9 പെൺകുട്ടികൾ ജനിച്ചപ്പോൾ സ്വാമി എന്നാൽ ശരി 9 ആൺകുട്ടികൾ ജനിച്ചപ്പോൾ ബൈ എന്ന് പറഞ്ഞു. ബൈ എന്താ നീ ബൈ എന്ന് പറയുന്നത്? അല്ല ഇനി എന്താ വെച്ചാൽ അവരെ നോക്കുക പിടിക്കുകയോ ചെയ്തോളൂ. എനിക്കൊരു ശാപം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ച്യുതി സംഭവിച്ചതാണ് ശാപം കാരണം. ആ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കേണ് പ്രാർത്ഥിച്ചപ്പോൾ നീ ഭൂമി ചെന്നിട്ട് ഏതെങ്കിലും തപസ്യോ ആരാച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ പ്രാപിച്ച് 9 പ്രസവം കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം എന്നൊരു വരം കിട്ടി. അങ്ങനെയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ഇരിക്കണൊക്കെ കണ്ടാലും അങ്ങനെ സാധാരണ ഒരു ഉറച്ചിരുത്തൊന്നുമില്ല, ചെറിയൊരു അന്തംവിടലുണ്ട് തോന്നിയപ്പോൾ എനിക്ക് ചേരുന്നത് ഞാൻ വന്ന് കൂടിയതാണ് എന്ന് പറഞ്ഞു പോയി. ഏതായാലും അതിൽ മേരുദേവിയുടെ മക്കളായിട്ടുള്ള 9 പേരെ അവർക്ക് ഭാര്യമാരായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അതിൽ വലിയ കുട്ടി നാഭി. അദ്ദേഹത്തിന് ചക്രവർത്തിത്വം വന്നു. പക്ഷെ അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. ഒരു വിഷമം. സ്വാമിമാരെ വിളിച്ചിട്ട് യാഗം നടത്തി. പുത്രാർത്ഥം നടത്തുന്ന യാഗത്തിന് പറയുന്ന പേര് പുത്രകാമേഷ്ടി എന്നാണ്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗം. ഇഷ്ടിക്ക് ഉപയോഗിക്കുന്ന കട്ടയായതുകൊണ്ടാണ് അതിന് ഇഷ്ടിക എന്ന് പേര്. അങ്ങനെ ഇഷ്ടിക ഒക്കെ നിരത്തി വെച്ച് ഇഷ്ടി നടത്തി തുടങ്ങി. കാമം ആഗ്രഹമാണ്. പുത്രകാമേക്ഷി എന്ന് പറഞ്ഞാലോ പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഇഷ്ടി. ഒരേ അഗ്നിയിൽ ഏത് ദേവനെയും ഏത് ദേവതയെയും ആരാധിച്ച് ചെയ്യുന്ന ദ്രവ്യങ്ങൾ അനുസരിച്ച് മന്ത്രങ്ങളും അനുസരിച്ച് അനുഭവം മാറ്റം വരും. മഴ പെയ്യാനും യാഗം ചെയ്യുക, അതിവൃഷ്ടി ഉണ്ടെങ്കിൽ മഴ നിൽക്കാനും യാഗം ചെയ്യാം, സന്തതികൾക്കും യാഗം ചെയ്യാം, സമ്പത്തിനും യാഗം ചെയ്യാം, ഷുഗർ മാറാനുണ്ട് യാഗം. ഇപ്പോൾ ഈ കരിമ്പ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ യാഗം ചെയ്യുമ്പോൾ അഗ്നിയിൽ സമർപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആ വായുവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മൃത്യുഞ്ജയമൊക്കെ ചെയ്യണ സ്ഥലത്ത് നമ്മൾ ആ പരിസരത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ നോർമലാവും. കാരണം വള്ളി, മൊട്ട്, എള്ള്, കറുക, പാല്, പയോഹവി ഇങ്ങനെയുള്ള ദ്രവ്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ അഗ്നിയിൽ വയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു കുമറി വരുന്നതായിട്ടുള്ള ആ ഒരു നീറ്റലിൻ്റെതായിട്ടുള്ള ആ ഒരു പുകയുണ്ടല്ലോ, ആ സ്മോക്ക് ഉണ്ടല്ലോ, അത് വലിയ ഔഷധ ഗുണമുള്ളതാണ്. അമൃതം തന്നെ പേര്, അമൃതവള്ളി, വലിയ ഗംഭീരമായിട്ടുള്ള ഔഷധമാണ്. അപ്പം അങ്ങനെ ഏതായാലും ഇവർ ഋഷികളൊക്കെ ഇരുന്നിട്ട് തങ്ങളുടെ പ്രഭുവായിട്ടുള്ള നാഭി ചക്രവർത്തിക്ക് സന്തതി ഉണ്ടാവാനായിട്ട് ഭഗവാനെ അനുഗ്രഹിക്കണേ, സന്താനഗോപാലമൂർത്തി ഹരേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് സ്വാഹ ചേർത്തിയിട്ട് ഹവനം ചെയ്തപ്പോൾ യജ്ഞകുണ്ഡത്തിൻ്റെ അടുത്തായിട്ട് ഭഗവാൻ പ്രത്യക്ഷനായി. ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോൾ സ്വാമിമാർക്ക് അത്ഭുതമായി, സങ്കടവും വന്നോട്ടോ. നമസ്കരിച്ച് എണീച്ചപ്പോൾ എല്ലാവരും കരിയുക. അലച്ച് സ്വാമിമാർ എന്തു പറ്റി? അല്ല സന്തോഷം കൊണ്ടാണ് കേട്ടോ ഭഗവാനെ. സന്തോഷം കൊണ്ടും കരച്ചിൽ വരും, സങ്കടം കൊണ്ട് മാത്രമല്ല, സന്തോഷം കൊണ്ടും കരച്ചിൽ വരും. സങ്കടം കൊണ്ട് വരുന്ന കണ്ണുനീര് ഉൾക്കോണിൽ നിന്നാണ് വരിക. അതെ, സന്തോഷം കൊണ്ടുവരുന്ന കണ്ണുനീര് പുറംകോണിൽ നിന്നാണ് വരിക.
അതിന് പറയുന്ന പേര് ആനന്ദാശ്രുക്കൾ. ആനന്ദാശ്രുക്കൾ. മറ്റേ ചുടുകണ്ണീരാ. അത് വരുന്നത് ജപ്തി നോട്ടീസ് കിട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരും, അങ്ങനെ ബേജാറ് വന്നാൽ ഉണ്ടാവുന്നതാണ് ചുടുകണ്ണീര്. മറ്റേത് ആനന്ദ കണ്ണീർ, ആനന്ദാശ്രുക്കൾ എന്നാണ്. ആനന്ദാശ്രുക്കൾ ഉണ്ടായി, ശരീരം രോമാഞ്ചമുണ്ടായി, രോമങ്ങളൊക്കെ എണീച്ചു നിന്നു, കോൾമയർ കൊണ്ടുവന്ന് പറയണം. അപ്പോൾ ഭക്തി ഗദ്ഗതത്തോടുകൂടി പറഞ്ഞു, പ്രഭോ ഞങ്ങൾക്ക് അങ്ങേ കാണാൻ സാധിച്ചതിൽ എന്തെന്നില്ലാത്ത ആനന്ദമുണ്ട്, പറഞ്ഞറിയിക്കാൻ വാക്കില്ല. പക്ഷേ ചെറിയൊരു സങ്കടം ഞങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ സങ്കടം? അത് തീർക്കാനാണല്ലോ ഞാൻ വന്നിരിക്കാൻ. അല്ല ഒന്നുമില്ല ഭഗവാനെ, ഞങ്ങളുടെ പ്രഭുവിന് ഒരു ചെറിയ ആവശ്യം, മക്കളില്ല. അപ്പം ആ ഒരു നിവേദനമായിട്ടാണ് ഇപ്പോൾ ഈ യജ്ഞം ചെയ്തതേ. പക്ഷേ ജഗൽ പ്രഭുവായിട്ട് അങ്ങ് നേരിട്ട് എഴുന്നള്ളുക എന്ന് പറയുമ്പോൾ അങ്ങയോടൊക്കെ ഈ കുഞ്ഞു കാര്യം എങ്ങനെ പറയുക, അതൊരു സങ്കടം തോന്നി. അതാണ്. അപ്പോൾ ഭഗവാൻ ചിരിച്ചിട്ട് പറഞ്ഞു, എന്തിനാ സങ്കടപ്പെടണേ? നിങ്ങളെന്താ ചെയ്തത്? നിങ്ങളുടെ പ്രഭു പറഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ചു. ആത്മാർത്ഥമായിട്ട് കർമ്മം ചെയ്താൽ അനുഭവം കൊടുക്കുക എന്നത് എൻ്റെ ധർമ്മമാണ്. ആത്മാർത്ഥമായിട്ട് കർമ്മം ചെയ്താൽ ആ അനുഭവത്തെ നൽകുക എന്നത് എൻ്റെ ധർമ്മമാണ്. അപ്പോൾ അത് ഞാൻ പാലിക്കണോ? നിങ്ങൾ ആഗ്രഹിച്ച വിധത്തിൽ. നിങ്ങളുടെ പ്രഭുവിൻ്റെ ആഗ്രഹം എന്താ? എല്ലാ ഗുണങ്ങളും തികഞ്ഞ എന്നെപ്പോലൊരു മകൻ വേണമെന്നല്ലേ അദ്ദേഹം ആഗ്രഹിക്കണത്. എന്നെപ്പോലെ ആരേ ഉള്ളൂ? ഞാനേ ഉള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ജനിക്കാം കേട്ടോ എന്ന് അനുഗ്രഹം കൊടുത്തു. കുറച്ച് കഴിഞ്ഞു പത്നിക്ക് ഗർഭലക്ഷണങ്ങൾ കണ്ടു. അങ്ങനെ കുട്ടി ജനിച്ചു. കുട്ടി ശ്രേഷ്ഠമായ ചേഷ്ടകളോടുകൂടി ജനിച്ചപ്പോൾ ഋഷികളെല്ലാവരും കൂടിയിട്ട് ആ ലക്ഷണങ്ങളും ആ നേരത്തെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് കുട്ടിക്ക് ഋഷഭൻ എന്ന നാമധേയം ചെയ്തു. ഋഷഭൻ ശ്രേഷ്ഠൻ അർത്ഥമാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ്. ഭഗവാന്റെ അവതാരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാഭവം കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നാണ്. കുറച്ചു കാലം കഴിഞ്ഞു, ബാല്യയിൽ കഴിഞ്ഞു, കുട്ടി യൗവനയുക്തനായി. വിവാഹം കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിത്രഗുപ്തനും ഇന്ദ്രനും തമ്മിൽ ചിത്രഗുപ്തൻ ഒന്നിങ്ങോട്ട് വരും. എന്താ എവിടേക്കാപ്പം നോക്കി നിൽക്കണം? അല്ല, ഞാൻ അവിടെ അന്നക്സ് ഉണ്ടല്ലോ, അവിടെ കുറച്ച് പണിക്കാർ വന്നിട്ടുണ്ട് മാറാലടിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഞാനിപ്പോൾ അത് വിചാരിച്ചു, എന്താ അതിൻ്റെ പ്രശ്നം? അല്ല, ആൾ കെട്ടിടണ്ടായിട്ട് കാര്യമില്ല, ആരും താമസമില്ലല്ലോ. അതെ, എനിക്ക് സംശയം എന്താ വെച്ചാൽ, എന്തടോ ഭൂമിയിൽ ആരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നില്ലേ? സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പിന്നെന്താ ഇവിടെ ആൾ വരാത്തത്? ഈ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പുണ്യം കൊണ്ടാണല്ലോ സ്വർഗത്തിലേക്ക് പോവുക. അപ്പോൾ അവിടേക്ക് ആൾ കുറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സംശയമായത്, എന്താ അപ്പം അതിങ്ങനെയെന്ന്. അപ്പോൾ സൽക്കർമ്മം ധാരാളം ചെയ്യുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല? അങ്ങോട്ട് വരില്ല. അതെന്താ കാരണം? അവിടെ ഇരിക്കുന്ന ജനങ്ങൾ മുഴുവൻ അവസാന കാലത്ത് പ്രാർത്ഥിക്കണം എന്താ അറിയോ? ഋഷഭദേവൻ്റെ പ്രജകളായിട്ട് ഈ ഭൂമിയിൽ തന്നെ പുനിതമാന പല കോടി ഉയിർകൾ തന്നാലും വൃന്ദാവനമതിലൊരു പുല്ലായി പിറവി തരവേണ്ടും. ഈ ഭൂമിയിലൊരു പുല്ലോ കല്ലോ എന്തെങ്കിലുമായിട്ട് ജന്മം കിട്ടിയാലും മതി എന്നാ പ്രാർത്ഥിക്കണത്. പിന്നെ ആരാ സ്വർഗത്തിലേക്ക് വരിക? ആഹാ, അത് വയ്യല്ലോ. സ്വർഗത്തിന് ഒരു അധിപനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക, എല്ലാത്തിനേക്കാളും അത്ഭുതമായിട്ടൊരു ലോകം ഉണ്ടാവുക, ക്ഷീണമില്ലാതിരിക്കുക, വിയർപ്പില്ലാതിരിക്കുക, ദുർഗന്ധമില്ലാതിരിക്കുക, സുഗന്ധം മാത്രമായിരിക്കുക, ഇങ്ങനെയൊരു ഭൂമിക ഇവിടെ ഉണ്ടായിട്ട് ഇവിടേക്ക് വരാതെ കണ്ട് അത് ശരിയല്ല. നേരെ ചെന്നു വരുണൻ്റെ അടുത്തേക്ക് പോയപ്പോൾ വരുണൻ പുറപ്പെട്ട് നിൽക്കുക, ഷാളൊക്കെ അങ്ങനെ ഇട്ടിട്ട് മെയ്തിയടി ഇടണു. വരുണൻ എവിടേക്കാടോ? ഞാൻ ഭൂമിയിലേക്ക് പോകണം. ഇന്നിപ്പോൾ ഇടവം 14 നാളെ 15 ഇടവപ്പാതിക്ക് പോവുക. ഇടവപ്പാതിക്ക് പോകണ്ടാതാൻ ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി, കിട്ടുമോ? മൂപ്പര വക മഴ എന്നെ ബ്ലോക്ക് ചെയ്തു. ഇടവപ്പാതി കഴിഞ്ഞു, വിതനപ്പാതി കഴിഞ്ഞു, കർക്കിടകപ്പാതി കഴിഞ്ഞു, ചിങ്ങപ്പാതി കഴിഞ്ഞു. ഇല്ല, വിത്തിൽ മുള വരാൻ തുടങ്ങി, വർഷമില്ല. എന്താപ്പത് കഥ? ആളുകളൊക്കെ ക്ഷീണിച്ച് വശായല്ലോ ഭഗവാനെ, എന്താപ്പോൾ ചെയ്യാം? എന്താ അതിൻ്റെ കാരണം എന്ന് ഭരണാധിപനായിട്ടുള്ള ഋഷഭദേവൻ ചിന്തിച്ചപ്പോൾ ഋഷഭദേവന് മനസ്സിലായി, അസൂയാലുവായിട്ടുള്ള ഇന്ദ്രൻ തന്നെ പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും അടക്കാനും ഒതുക്കാനുമായിക്കൊണ്ട് ചെയ്തിട്ടുള്ളൊരു കെണിയാണ് എന്ന് മനസ്സിലായി. യോഗശക്തിയുള്ള ആളുകൾക്ക് സങ്കല്പം കൊണ്ട് എന്തും സൃഷ്ടിക്കാൻ സാധിക്കും.
അദ്ദേഹം തൻ്റെ പ്രഭാവം കൊണ്ട് ഭൂമിയിൽ ഭംഗിയായിട്ട് മഴയും ഇങ്ങോട്ട് പെയ്യിച്ചു. വിളവുകൾ സമർത്ഥമായിട്ടുണ്ടായി എന്ന് പറയാം. സാധാരണ ഉണ്ടാവണേക്കാൾ ഭംഗിയായിട്ട് സസ്യലതാദികളൊക്കെ പൂത്തു കാച്ചു. ഒരു കൊല്ലം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മെല്ലെ ഇന്ദ്രനൊന്ന് എത്തി നോക്കാം, എന്തായി, ശാവാലികളായിട്ടുണ്ടാവുമോ, സൈഡിൽ എല്ലൊക്കെ കാണുന്നുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് മൂപ്പരെങ്ങനെ എത്തി നോക്കാൻ വരുമ്പോൾ ഒക്കെ നന്നായിട്ട് എന്താ പറയുക, ഉരുളക്കിഴങ്ങിന് ഉടുപ്പിട്ടമാരിയൊക്കെ കുട്ടപ്പന്മാരായിട്ടും കുട്ടപ്പികളായിട്ടും ഇങ്ങനെ കൗളൊക്കെ പിടിപിടുക്കനുണ്ട്. ഇതെന്താ ഇത് കഥ? അപ്പോൾ എൻ്റെ ഈ പ്രയോഗം ഇവിടെ ബാധിച്ചില്ലേ എന്ന് അദ്ദേഹത്തിന് അത്ഭുതമായി. അപ്പം മനസ്സിലായി, ഇത് യോഗശക്തിയുള്ള ഋഷഭദേവൻ്റെ ആത്മപ്രഭാവവും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് മനസ്സിലായപ്പോൾ സൂത്രശാലികൾ എന്താ ചെയ്യാച്ചാൽ കരുത്തന്മാരോട് ഉടക്കില്ല. കാരണം അവരോട് ബന്ധുത്വം സ്ഥാപിക്കാനാണ് താല്പര്യം ഉണ്ടാവുക. ഇപ്പം നമ്മളൊക്കെ ലച്ചം പിന്നാലെ എന്ന് പറഞ്ഞിട്ട് തല്ലുകൂടലും അടികൊണ്ട് ചാവലൊക്കെ ചെയ്യുന്ന ആരാ? അണികളാ. ഏതെങ്കിലും നേതാവിൻ്റെ വീട്ടിലേക്ക് ഡെഡ് ബോഡി വരുന്നുണ്ടോ? അപ്പോൾ കരുത്തുള്ളവർ തമ്മിലൊരു മൈത്രിയും സൗഹൃദവും ഉണ്ടാവും. ഇനി ഇല്ലെങ്കിൽ അവരുണ്ടാക്കും. അതാണ് ഇതിൻ്റെ തന്ത്രം. അങ്ങനെ സൂത്രശാലിയായിട്ടുള്ള ഇന്ദ്രൻ എന്ത് ചെയ്തു? പ്രഭാവശാലിയായിട്ടുള്ള ഇദ്ദേഹത്തിനെ ശത്രുവാക്കുന്നതിൽ ഭേദം മിത്രമാക്കുന്നതാണ് നല്ലത്, തനിക്കും നല്ലത്. അതൊരു ക്രെഡിറ്റാ എന്ന നിലയിൽ എന്ത് ചെയ്തറിയോ, മോളോട് ജയന്തി എന്നാ മോളുടെ പേരേ, മോളൂട്ടി പിന്നെ അച്ഛനെ ഒന്ന് സഹായിക്കണമ്മ, ഞാൻ അച്ഛനൊരു കല്യാണം ഏർപ്പാട് ചെയ്യണം, മോളെ കെട്ടുക എന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല അവൾ. അങ്ങനെ ഋഷഭയോഗീശ്വരന് തൻ്റെ പുത്രിയെ കൊടുത്തു. അങ്ങനെ എന്തായി? ഇപ്പം അമ്മായിയച്ഛനായി. അപ്പോൾ ശത്രുവായി കരുതിയിരുന്ന ആൾ ആ ബന്ധുവായിട്ട് മാറി എന്ന് പറയാണ്. ആ ഗർഹസ്യം അങ്ങനെ ചെറിയ ഫാമിലി കേട്ടോ, ഒരു 100 മക്കൾ അതിലുണ്ടായി. ഋഷഭദേവന് ജയന്തിയിൽ 100 മക്കളുണ്ടായി. അതിലാദ്യത്തേവൻ ഭരതൻ. പിന്നീട് അവസാനം ഒരാൾ അവധൂതനായി. ബാക്കിയുള്ള 9 പേര് യോഗികളും പിന്നെ 89 പേരെ സാധാരണഗതിയിലുള്ള ഗൃഹസ്ഥാന്മാരും മറ്റുമായിട്ടൊക്കെ മോശമാവില്ല, പക്ഷേ എങ്കിലും കൃത്യമായിട്ട് പ്രതിപാദിച്ചില്ല അവരെ പറ്റിയിട്ട്. ഭാഗവത്തിൽ അവരുടെ പേരും പറഞ്ഞില്ല. അതിൻ്റെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയാളമുണ്ടാക്കുന്ന വിധത്തിൽ ഒരു കർമ്മം ചെയ്ത ആളെ മാത്രമേ ചരിത്രം രേഖപ്പെടുത്തുള്ളൂ. ഇതാണ് അതിൻ്റെ താല്പര്യം. ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ചരിത്രത്തിൽ ഇടം നേടണമെങ്കിൽ വിശിഷ്ടമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നൊരു പാഠം. അങ്ങനെ അജനാഭം, നാഭി ചക്രവർത്തി ഭരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് അജനാഭ വർഷത്തിൻ്റെ ഉടമയായിക്കൊണ്ട് ഭരണം വന്നു ചേർന്ന ഭരത മഹാരാജാവ് ആ ഭരണകാര്യങ്ങൾ നിർവഹിച്ച് തൻ്റെ മക്കൾക്ക് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം 3ാം ആശ്രമമായിട്ടുള്ള വാനപ്രസ്ഥം സ്വീകരിക്കാനായി കൊണ്ടുപോയി. അപ്പോൾ ബുദ്ധിമാന്മാർ നല്ല ശ്രേഷ്ഠമായ സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുക, തപസ്സിനാണെങ്കിലുമൊക്കെ. എറണാകുളം നമ്മളൊരു വാസ്തുസംബന്ധമായിട്ടുള്ള കാര്യത്തിന് പോയി. ഒരമ്മയുടെ ഒരു വാര്യരമ്മയാണ്. അപ്പോൾ അവർ ചോദിച്ചു, സ്വാമി പല സ്ഥലത്തും പോകണമല്ലേ, സ്വാമിക്ക് കുറേ ആളുകളായിട്ട് കോണ്ടാക്ട് ഉണ്ടാവുമല്ലോ, എനിക്ക് പുത്തൂരൊരു വീട് കിട്ടുമോ എന്ന് ചോദിച്ചു. അറിയില്ല, ഫ്ലാറ്റല്ല, വിലയ്ക്ക് വാങ്ങാനാണ്, ഭൂമി വേണം സ്വാമി, ഒരു തുളസി തറയൊക്കെ വെക്കണം, കിട്ടുമോ നിശ്ചയില്ല. പുത്തൂർ ചെറിയൊരു സ്ഥലമേ ഉള്ളൂ, സകല ആളുകൾ, ടൗണിൻ്റെ ശല്യമില്ല എന്ന പഞ്ചായത്താണ്. എന്നാൽ ടൗണിനേക്കാൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ലൊരു പ്രഭാവമുണ്ട് അവിടെ. ദേവിയുടെ തിരുപുരായ്ക്കൽ ഭഗവതി എന്നൊരു അമ്മയുണ്ട് അവിടെ, കാടാമ്പുഴ അമ്മമാരി. എന്തൊരു ഐശ്വര്യം അറിയോ. അപ്പോൾ എന്തിനാ ഈ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, നല്ലൊരു ക്ഷേത്രം ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ പരിസരത്ത് ചെന്ന് കൂടാൻ സാധിക്കുന്നത് സുഹൃത്തുക്കളാണ്. അപ്പോൾ അതേമാതിരി നദീതീരം, ആ നിലയ്ക്ക് നമ്മുടെ ഇത് വലിയ സ്വർഗ്ഗമാണ് കേട്ടോ, ഭൂമിയിലെ സ്വർഗ്ഗമാണ് ഈ പയ്യനയുടെ മേനാനി മംഗലം എന്ന് പറഞ്ഞാൽ. എന്തൊരു ആശ്വാസം അറിയാമോ, ഒന്ന് മുങ്ങി കുളിച്ചിട്ട് ആ നദിയിൽ കുന്തിദേവീനെ സ്മരിച്ചിട്ടൊന്ന് വെള്ളത്തിൽ മുങ്ങി കുളിച്ച് വരുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ ഇതൊക്കെ വലിയൊരു സുഹൃത്താണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയും പിന്നാക്കം വരില്ല, എന്തെങ്കിലും വിധത്തിലൊരു ഐശ്വര്യം വന്നു ചേരും എന്നാണ് താല്പര്യം. മനസ്സിന് ഏകാഗ്രത കിട്ടും. ആ ധ്യാനം ചെയ്യണമെന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കരുത്ത് പെട്ടെന്ന് തരപ്പെടും. മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നേക്കാൾ വേഗം അനുഭവം ഉണ്ടാവുന്നു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, പുലഹാശ്രമത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഒരു പർണശാല കെട്ടി താമസം തുടങ്ങി. അപ്പോൾ നല്ലൊരു വൈബ്രേഷനുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കൂടി, ഒരു മഹാത്മാവിൻ്റെ ആ സാന്നിധ്യത്തിൽ പോയി കൂടിയാൽ അതിൻ്റെ അനുഗ്രഹ കലകൾ തനിക്കും ബാധിക്കും. അതാണ് അതിൻ്റെ ഗുണം. അങ്ങനെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ പോയി, മാസങ്ങൾ പോയി. ഇതിൻ്റെ ഇടയിൽ ഒരു ദിവസം അദ്ദേഹം തർപ്പണത്തിനായിക്കൊണ്ട് ചെന്ന് നദിയിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മാൻ ഓടി വന്നിട്ട്
നദിയുടെ മറുകര ചാടാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കണ്ടു. നോക്കിയപ്പോൾ ഇതിനെ ഒരു വ്യാഘ്രം തിന്നാനായിട്ട് ഓടിച്ചതാണ്. പുലി അദ്ദേഹത്തിനെ ഓടിച്ചതാണ്. അപ്പോൾ ഗർഭിണിയായിട്ടുള്ള മാൻ പ്രാണരക്ഷാർത്ഥം മറുകര ചാടി. പക്ഷേ മറുകരയിൽ എത്തിയില്ല മുഴുവൻ. മുൻകാലുകൾ 2 അപ്പുറത്തേക്ക് കടന്നു, പിൻകാലുകൾ വെള്ളത്തിൽ പെട്ടു. ഇതോടുകൂടി ഇങ്ങനെ എക്കി ചാടിയപ്പോൾ ഇത് പ്രസവിച്ചു. ഗർഭിണിയായിരുന്നു അതേ. ഈ പ്രസവിച്ചപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹം. ഈ ആക്രം തിരിച്ച് പോവുകയും ചെയ്തു. സ്വാമി ഇങ്ങനെ അടുത്ത് ചെന്ന് ആ പുഴയിൽ ഒഴുകി പോകാൻ തുടങ്ങുന്ന ആ കുട്ടീനെ വേഗം ഓടി പിടിച്ചു. സത്യത്തിൽ അതോടുകൂടി തന്നെ ശുദ്ധിയായി, കഴുകൽ കഴിഞ്ഞല്ലോ, വെള്ളത്തിലാണല്ലോ വേണത്. അങ്ങനെ കഴുകി ശുദ്ധാക്കി പിന്നെ കരോത്ത് കൊടുന്ന് നിർത്തി. ഒരു കൗതുകം തോന്നി. താങ്ക്സ് സ്വാമി എന്ന് പറഞ്ഞ മാതിരി ആ മാങ്കുട്ടി സ്വാമീനെ നോക്കിയിട്ട് ഇങ്ങനെ അല്ലേ. സ്വാമിക്ക് അതിനോട് വലിയ ഇഷ്ടം തോന്നി. ഈ നാൽക്കാലികൾക്കൊക്കെ ചെറിയൊരു യാമം കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത വരും. അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ആട്ടുംകുട്ടിക്കോ പട്ടുകുട്ടിക്കോ നടക്കാൻ പഠിക്കാൻ വേണ്ടി 3 ഏക്കറുള്ള സൈക്കിൾ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിനെ വിടുക വേണ്ടു. പക്ഷെ അതിനെ വിടാൻ തോന്നിയില്ല. ഒരു കൗതുകം തോന്നിയിട്ട് എന്ത് ചെയ്തറിയോ, അദ്ദേഹം അതിനെ തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിയിട്ട് വന്നു. ഗണപതി ഹോമം കഴിക്കുമ്പോൾ അതിങ്ങനെ അടുത്തിങ്ങനെ ഇങ്ങനെ ആക്കി. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് മലരെടുത്ത് അതിൻ്റെ വായിൽ കൊടുത്തു. അപ്പോൾ സന്തോഷമായി ഇങ്ങനെ സ്വാമിയെ നോക്കി ഇങ്ങനെ ചിരിച്ചു. ആ കരിപ്രസാദം എടുത്തിട്ട് ഇങ്ങനെ നെറ്റിയിലൊരു കുറി ഇട്ട് കൊടുത്തപ്പോൾ ഇങ്ങനെ തലയാട്ടി ഇങ്ങനെ വലിയ സന്തോഷമായി. പുള്ളിക്കാരൻ എന്ത് ചോദിച്ചാൽ അതിനൊരു പേര് വിളിക്കണമല്ലോ. കിങ്ങിണി എന്ന് വിളിച്ചു. കഴുത്തിലൊരു മണിയൊക്കെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ആ ശ്രുവം അങ്ങോട്ട് എടുത്തിട്ട് വാ കിങ്ങിണി. അറിയില്ല പാവം. ആ കാണുന്നതാണ് ശ്രുവം കടിച്ചുകൊണ്ടേ കൊടുക്കും. ഇങ്ങനെ ആ തോലും ഇങ്ങോട്ട് എടുത്തിട്ട് വരൂ, ഞാൻ ഇരുന്നിട്ട് ജപിക്കട്ടെ, തോലെടുത്ത് കൊടുക്കും. അങ്ങനെ അനുസരണയുള്ളൊരു കുട്ടിയായിട്ട് കിങ്ങിണിക്കുട്ടി ഇങ്ങനെ മാറി. ഒരു കിങ്ങിണി കഴുത്തിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെന്താ, ഈ 3-4 തരം സഹസ്രനാമം ചൊല്ലും, കുറച്ച് ധ്യാനിക്കുകയൊക്കെ ചെയ്യണം ഈ സ്വാമി. അതൊക്കെ കമ്മിയാക്കി. കാരണം സഹസ്രനാമം 1 മതിയല്ലോ. എന്തിനപ്പോൾ 1 തന്നെയല്ലേ എല്ലാമായി തീർന്നിരിക്കുന്നത്. ബാക്കി സമയം മുഴുവൻ എന്താ, മാങ്കുട്ടിയോടൊപ്പം കളിക്കുക, അതിനെ കിടുന്നുണ്ട്, അതിനങ്ങനെ ഇടികൂടുക, അതിനെ കളിപ്പിക്കുക, ഷൈക്കൻ്റെ തരൂ, ഇങ്ങനെ ഓരോ ഘോഷികൾ കാണിച്ച് ഒപ്പം തൻ്റെ ഒപ്പം കിടത്തുകയും ചെയ്യും. അങ്ങനെ മാർദ്ദം ചേർത്തി കിടത്തി ഇങ്ങനെ താലം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഇപ്പോൾ കുളിക്കാൻ പോകാനൊക്കെ വൈകി. കുറച്ച് മഴയും ഈ കൃത്യമായിട്ടുള്ള എണ്ണയപ്പും കാര്യങ്ങളും തേച്ച് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തലയൊക്കെ കുറേ ചിമ്മളയന്മാർ ഇങ്ങനെ ഷൊട്ടായി തുടങ്ങി. അപ്പോൾ അതിൽ വെള്ളം വേണം. അദ്ദേഹത്തിന് പനി പിടിച്ചു, ജലദോഷം വന്നു, പനി പിടിച്ചു, വയ്യ, കഫമൊക്കെ ഇങ്ങോട്ട് വന്ന് മൂക്കിങ്ങനെ ചിരിച്ചിരുന്നതിനെ ഇതൊക്കെ ഈ മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ കൂട്ടിയിട്ടൊക്കെ ഗ്യാസൊക്കെ വലിച്ചൊക്കെ നോക്കി. പക്ഷേ തുറന്ന് കിട്ടണില്ല. വല്ലാത്ത ക്ഷീണം തോന്നി. ഇങ്ങനെ വായക്കൂടത്തിനെ ശ്വാസം വലിച്ചു, വയ്യ, അങ്ങനെ കിടന്നു. കിടക്കണതിൻ്റെ ഇടയിൽ മുത്തശ്ശി പാൽച്ചേമ്പിൻ്റെ കൂട്ടാൻ ഒക്കെ വെച്ചിട്ടേ, അണക്കിഷ്ടല്ലേ, വരുമോ കഴിക്കടേ എന്ന് പറഞ്ഞ് പഴമാങ്ങ കൂട്ടാനും പാൽച്ചേമ്പിൻ്റെ കറിയൊക്കെ വിളമ്പി കൊടുക്കുക. അത് പാത്രം തട്ടിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി നോക്കിയപ്പോൾ ആള് കട്ടുമ്പിൽ നിന്ന് ചുവട്ടിൽ വീണു. സ്വപ്ന. മരിച്ചുപോയ മുത്തശ്ശി അടുത്ത് വന്നിട്ട് ശാപ്പാട് വിളമ്പി തന്നുമല്ലോ, ഇതെന്താ അപ്പം അതിൻ്റെ കാര്യം എന്ന് ആലോചിച്ചപ്പോൾ വടുക്കോർത്തൊരു പക്ഷി നിന്നിട്ട് കൂവുക. മൂപ്പരെ കൂവലെങ്ങനെ അറിയാം? പൂവാ പൂവാ. സ്ഥലമായി. കാലം കോഴി എന്നാ പറയുക അല്ലേ. ഇതും കൂടെ ആയപ്പോൾ ഉള്ളിലൊരു പേടി വന്നു കേട്ടോ. കാരണം എത്ര തന്നെയാണെങ്കിലും അല്ലേ, എല്ലാ ഉത്തരവാദിത്തം കഴിഞ്ഞു. സ്വാമി ഞാൻ എന്താ അടുത്ത മാസം റിട്ടയർമെൻറ്റാണ്, മക്കൾക്ക് എല്ലാവർക്കും വീടാക്കി കൊടുത്തു, ഇനിയിപ്പോൾ എന്താ, എപ്പോൾ വേണമെങ്കിലും തയ്യാറല്ലേ. എന്തിന്? ഭഗവാൻ വിളിച്ചാൽ പോവുക. എന്നാ ഞായറാഴ്ച നല്ല ദിവസം വരണമേനെ. അല്ല പോവില്ല, പോണ്ട കെട്ടാട്. അപ്പം ഒരു പേടിയല്ലേ. ഏതായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സ്വപ്നം കണ്ടുവല്ലോ, മരിച്ചവരെ കാണാൻ നല്ലതല്ലല്ലോ, ഈ വിദ്വാൻ വന്ന് കൂവുണ്ടല്ലോ എന്നൊക്കെ ഭയം ഉണ്ടായി എന്നാണ്. ഭയം അദ്ദേഹത്തിന് മരിക്കാനല്ല, സത്യത്തിൽ താൻ പോയി കഴിഞ്ഞാൽ തൻ്റെ കിങ്ങിണിക്ക് പിന്നെ ആരാ എന്നുള്ളൊരു സങ്കടം അദ്ദേഹത്തിനെ ബാധിച്ചു എന്നാണ്. കിങ്ങിണി ഇദ്ദേഹത്തിനെ നോക്കുക, അദ്ദേഹം കിങ്ങിണിയെ നോക്കുക, കിങ്ങിണി ഇദ്ദേഹത്തിനെ നോക്കുക, അദ്ദേഹം കിങ്ങിണിയെ നോക്കുക. അങ്ങനെ നാരായണാന്ന് വിളിക്കണതിന് പകരം എൻ്റെ കിങ്ങിണി, ജീവൻ പോയി. യം വാഭിസ്മരൻ ഭാവം തെജത്തന്തേ കളേവരം തം തമാവീതി കൗന്ദേയ യഥാ തത് ഭാവഭാവിത. യാതൊന്നിനെ ചിന്തിച്ചിട്ടാണോ ദേഹം വെടിഞ്ഞത് അതിനെ പ്രാപിക്കേണ്ടതായിട്ട് വരും എന്ന് പറയണം. അങ്ങനെ ഇദ്ദേഹം ശ്രേഷ്ഠ ബ്രാഹ്മണനായിട്ടുള്ള ഈ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ മുനിയായിട്ടുള്ള അദ്ദേഹം
മാൻകുലത്തിൽ ജനിക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ മാൻകുലത്തിൽ ജനിച്ചപ്പോഴും പൂർവജന്മസ്മൃതി ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതൽ കലക്കങ്ങളൊന്നും ഉണ്ടാക്കാതെ, കൂടുതൽ മാൻകുലത്തെ ജനിപ്പിക്കാതെ കണ്ട്, ഒരു ചേഷ്ടകളിലും ഇദ്ദേഹം ബന്ധിക്കാതെ കണ്ട്, തൻ്റെ പൂർവ്വസ്മരണയും മറ്റൊക്കെ ആലോചിച്ച് ആ നദിയിലേക്ക് തന്നെ നോക്കി അങ്ങനെ ഇരുന്ന ആഹാരവും അന്നവും വെള്ളമൊന്നും എടുക്കാതെ ദേഹത്തെ നദിയിൽ ഉപേക്ഷിച്ചു. അദ്ദേഹം പിന്നീട് ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. പക്ഷേ ജന്മനാൽ തന്നെ ആ അറിവിൻ്റെ നിറവുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നേടാനൊന്നുമില്ല. അങ്ങനെയാണേ, ഈ നേടാനൊന്നുമില്ലാത്ത ആൾക്ക് പിന്നെ മറ്റ് കർമ്മങ്ങളൊന്നും ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ വെറുതെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാതിരിക്കുന്ന ആളിനെ എന്താ പിന്നെ ഒന്നും ചെയ്യാത്ത ശവമാണ്. അതിന് സംസ്കൃതത്തിൽ ജഡം എന്നല്ലേ പറയും അല്ലേ, ജഡാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് ജഡഭരതൻ എന്ന പേര് വന്നു. ജഡഭരതൻ. സഹോദരങ്ങളൊക്കെ അദ്ദേഹത്തിന് പാടത്ത് കാവൽ നിർത്തുക. അങ്ങനെയാണ്. ചായക്കടക്കാരൻ കുഞ്ചുണ്ണിയേട്ടൻ പറയും, വരുമോ ഇവിടെ ഒരു 4 ബക്കറ്റ് വെള്ളം കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെയാണ്. എന്തെങ്കിലും ബുദ്ധി സാമർഥ്യം കുറഞ്ഞ ആളിനെ പണിയെടുപ്പിക്കാൻ എല്ലാ ആളുകൾക്കും താല്പര്യമാണ്. കൂലി കൊടുക്കുകയും വേണ്ടല്ലോ, പണിയെടുക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊരു അപ്പുണ്ടായിരുന്നു. ഒരു വണ്ടി വിറക് ഒരു മൂളം മൂളി കഴിഞ്ഞാൽ വെട്ടിപ്പൊളിച്ചു വിടും. ചായക്കടക്കാരനെ വിളിച്ചു. എന്നിട്ട് എന്താ കൊടുക്കുക അറിയോ? 4-5 മുറുക്കും 2 അപ്പവും. അപ്പം നൂലുള്ളതേ കൊടുക്കുള്ളൂ. പൊട്ടിച്ചാൽ നൂലിങ്ങനെ വരുമെന്ന്. അജാതി ഒരു 3-4 അപ്പം. കൂലിയും വേണ്ട, കാരണം കാശ് വേണ്ട. അവന് കാശ് പെരുമാറാൻ അറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ജ്ഞാനമൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇവർ പൊട്ടന്മാരാണ് നമ്മൾ ധരിക്കുന്നു. അവർ നമ്മളെ നോക്കിയൊരു ചിരിയുണ്ട്. മഹാജ്ഞാനികളാണവർ. മനസ്സിലായില്ലേ? ആവശ്യമില്ലാതിരിക്കുക എന്നത് ചെറുതല്ല, ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുക എന്ന അവസ്ഥ ചെറിയ അവസ്ഥയല്ല. അപ്പോൾ ഇദ്ദേഹം പൊട്ടനാണെന്ന് മറ്റേവർ ധരിച്ചു. സത്യത്തിൽ ഓരോ ഭ്രാന്ത് കാട്ടിയിട്ട് സമാധാനം കളഞ്ഞുകൊണ്ട് നടക്കണമല്ലോ എന്നൊരു കുണ്ടിതവും ഒരു ആക്കിയ ചിരിയാണ് മറ്റേവർ ചിരിക്കുന്നതേ. ഇദ്ദേഹം ജ്ഞാനിയാണെന്ന് മറ്റേവർക്ക് ആർക്കും മനസ്സിലായില്ല. അതുകൊണ്ട് പാടത്ത് കാവൽ നിർത്തി അദ്ദേഹം സുഖമായിട്ട് കാവൽ നിൽക്കും. എന്നിട്ടോ ആ കതിരിങ്ങനെ ആകുമ്പോൾ അണ്ണ വന്നിട്ട് ഇങ്ങനെ ആ കതിരിങ്ങനെ പൊട്ടിച്ചിങ്ങനെ അണ്ണ തിന്നണ കാണാൻ നല്ല രസമല്ലേ. ഇങ്ങനെ തൊഴിണ മാതിരിയാണല്ലോ, തോലൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ഭഗവാനെ, ആ സേതുബന്ധന സന്ദർഭത്തിൽ തന്നാലാവണതായിക്കോട്ടെ എന്നുള്ള നിലയിൽ ആ മണലിങ്ങനെ ശരീരത്തിൽ പൊതിഞ്ഞിട്ട് അവിടെ പോയി കുടഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കർമ്മം കണ്ടിട്ട് കൗതുകം തോന്നിയിട്ടുള്ള ധർമ്മവിഗ്രഹനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭു സ്നേഹപൂർവ്വം തഴുകിയ 3 വരയിലെ കുട്ടി നിന്റെ പുറത്ത് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാപതേ നമ. കാവൽ നിൽക്കുന്ന ആളാണ് കേട്ടോ. നെല്ല് കാവൽ നിൽക്കുന്ന ആളാണ്. ഇതാണ് ഭാവം. മയിൽ വന്നാലോ വേൽമുരുകനെ ആലോചിക്കുമെന്ന് പറയാണ്. നിന്റെ പുറത്തല്ലേ അദ്ദേഹം വരുന്നത്, സ്കന്ദൻ എന്ന് മയിലിനെ തൊഴും. പക്ഷേ വിളവുകളൊന്നും കുറഞ്ഞില്ല. 100-ൽ 110 മേനി വിളവുണ്ടായി എന്ന് പറയണം.